ആ പരിശുദ്ധമായ റമദാനിന്റെ 10 ദിനങ്ങൾ മുമ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാ. ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുവാനുള്ള 10 ദിവസങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സ്വന്തമായി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കുക. നമ്മൾ ഓരോ ദിവസവും എത്രയോ പാപങ്ങൾ, കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും നാവ് കൊണ്ട് പറഞ്ഞതും, നമ്മൾ ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ കണക്കുകൾ ഞാനും നിങ്ങളും ഒന്നെടുത്ത് നോക്കിക്കേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ലക്ഷക്കണക്കിന് പാപങ്ങളാണ് ഞാനും നിങ്ങളും ചെയ്തു വച്ചിരിക്കുന്നത്. ഈ ചെയ്തു വച്ചിരിക്കുന്ന പാപങ്ങളൊന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിൻ്റെ അന്നിരിക്കുന്നവരോട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് എവിടെയാണ്? മഹാനായ തൗബത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾക്ക് അവിടുന്ന് 60 വയസ്സ് പൂർത്തിയാകുകയാ. 60 വയസ്സ് അവിടുന്ന് പൂർത്തിയായി. പടച്ചവനെ, മഹാനവറുകളിടുന്ന് വല്ലാതെ കരയുകയാണ്. 60 വയസ്സ് പൂർത്തിയായ മനുഷ്യനിരുന്ന് വല്ലാതെ കരയുമ്പോ കുടുംബക്കാര് ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത്? വല്ലാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അല്ലാഹു 60 കൊല്ലം നിങ്ങൾക്ക് നൽകിയല്ലോ. ഇബാദത്ത് ചെയ്യുവാൻ, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരായുസ്സ് തന്നല്ലോ. എന്നിട്ടും എന്തിനാണ് കരയുന്നതെന്ന് മഹാനവറുകളോട് ചോദിക്കുമ്പോ മഹാനവറുകൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, 60 വർഷം ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചല്ലോ. മഹാനവറുകൾ പറയുകയാ, 21,500 ദിവസം ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുകയാണ്. 21,500 ദിവസം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു പാപമാണ് ഞാൻ ചെയ്തതെങ്കിലും 21,500 പാപം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഈ പാപങ്ങളെ കുറിച്ച് അല്ലാഹു എന്നോട് നാളെ വിചാരണ ചെയ്യുമല്ലോ. 21,500 പാപം ഒരു ദിവസം ഒരു തെറ്റ് വെച്ച് ചെയ്താൽ തന്നെ ഇത്രയുമാകുമല്ലോ. ഇതിനെക്കുറിച്ച് അല്ലാഹു എന്നോട് ചോദിച്ചാ എന്ത് മറുപടിയാണ് ഞാൻ പറയുന്നത്? എനിക്ക് പറയാൻ ഉത്തരമില്ലല്ലോ. ഞാൻ നരകത്തിലേക്ക് വീണു പോകുമല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടാണ് കരയുന്നതെന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, 30-ആയവർ, 40-ആയവർ, 50-ആയവർ, 60-ആയവർ, പടച്ചവനെ 65 വയസ്സായവർ, ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കടോ. ഈ ദുനിയാവിൽ എത്ര ദിവസമാണ് നമ്മൾ ജീവിച്ചത്? ഈ ജീവിച്ച ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു പാപം ചെയ്താൽ ഒരു പാപമൊന്നുമല്ല. പടച്ചവനെ, ഇന്ന് ഉച്ചവരെ ചെയ്ത പാപത്തിന്റെ കണക്കറിയുമോ? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഈ 11 മണി സമയമായല്ലോ. ഈ 11 മണിയുടെ ഇടയിൽ ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ കണക്കെടുക്കാൻ കഴിയുമോ? പടച്ചവനെ, രാവിലെ എഴുന്നേറ്റത് മുതൽ ഇന്ന് വഴുത് കേൾക്കാൻ വന്ന് ഈ മജ്‌ലിസിലിരിക്കുന്നത് വരെ എത്ര പാപം പറഞ്ഞവരാ, എത്ര പാപം കണ്ടവരാ, എത്ര പാപം കേട്ടവരാ, എന്തെല്ലാം കൈകൊണ്ട് ചെയ്തവരാ, കാലുകൊണ്ട് പാപങ്ങളിലേക്ക് നടന്നല്ലോ, ഹൃദയം കൊണ്ടുപോലും പാപം ചിന്തിച്ചല്ലോ. ഈ ചെയ്തു കൂട്ടിയതിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും ഇല്ല എങ്കിലോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് എന്തേ ഞാനും നിങ്ങളും ചിന്തിക്കാത്തത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു തരുന്ന അവസരമാണ്, കഴുകിക്കളയണം ചെറുപ്പക്കാരാ. എൻ്റെ ഉപ്പമാരെ, ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയണ്. പാപം ചെയ്യാത്ത ഒരാളുമില്ല, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. നബി തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ആദമിന്റെ സന്താന പരമ്പരകൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. ആദം നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്ത്, ആദം നബിയുടെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. തെറ്റ് ചെയ്യാത്ത ആരുമില്ല, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. നമ്മൾ മലക്കുകളല്ല, അല്ലെങ്കിൽ മഅസൂമിങ്ങളല്ല, നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. എങ്കിൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? ആ ചെയ്തു പോയ തെറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മടിയുമില്ലാതെ പറഞ്ഞ് തൗബ ചെയ്യുന്നവനാണ് ഏറ്റവും നല്ലവൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ.
അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 കാര്യങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പാടില്ല. 6 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ ചെയ്യണം. ആ 6 കാര്യങ്ങളിൽ നബിതങ്ങൾ എണ്ണി പറഞ്ഞ ഒരു കാര്യം, നീ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തൗബയെ നീ പിന്തിപ്പിക്കരുതെന്ന് നബിഗിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ നീ പിന്തിപ്പിക്കരുത്. നീ പെട്ടെന്ന് തൗബ ചെയ്യണം. കാരണം എപ്പോഴാ മരിക്കുന്നതെന്നറിയില്ല, ഏത് നിമിഷമാണ് മരിക്കുന്നതെന്നറിയില്ല. മരണം നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ തൗബ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം നിനക്ക് വരാൻ പാടില്ല. തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് മുഴുവനും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യല്ലേ, പറമനുഷ്യന്മാരെ ചെയ്യല്ലേ. തൗബ ചെയ്യേണ്ടത് എപ്പോഴാ? 27-ാം രാവിന. 27-ാം രാവിന് കുളിച്ചൊരുങ്ങി പുതിയ ഉടുപ്പ് ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന എവിടെ പോവാടാ? തൗബ ചെയ്യാൻ പോവാ. 27-ാം രാവിന് മാത്രം പള്ളിയിൽ പോയി. അന്ന് തൗബ ഇല്ല എന്നൊന്നുമല്ല, തൗബയൊക്കെ ഉണ്ട്. അന്ന് മാത്രമല്ലല്ലോ തൗബ, 27-ാം രാവിന് വരെ നീ ജീവിച്ചിരുന്നാലല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമുക്കിന്ന് തൗബ ചെയ്യണം. ഈ നട്ടുച്ച വെയിലത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ ദുനിയാവിലെ സ്വർഗത്തിലിരുന്ന് തൗബ ചെയ്തിട്ട് പിരിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തൗബ ചെയ്തൂടെ ഇൻഷാ അല്ലാഹ്. ഇന്നെല്ലാവരും ഇവിടെ ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും ഈ നട്ടുച്ച വെയിലത്ത് 12-12:30 വയൽ നിർത്തും. ളുഹറിന് ബാങ്ക് വിളിക്കുന്ന സമയം. അപ്പം ആ നട്ടുച്ച സമയത്ത് പരലോകത്തിൻ്റെ ചിന്തയോടുകൂടി ഇന്ന് ഈ വയലിൻ്റെ സദസ്സിലിരുന്ന് തൗബ ചെയ്ത് നിറകണ്ണുകളോടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും കണ്ണീരിൽ കഴുകിക്കളഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കഴുകിക്കളയോ? കഴുകാമെന്ന് തീരുമാനിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ മുഴുവനും ഇന്ന് കണ്ണീരിൽ കഴുകും. ചുമ്മാതെ കഴുകിയിട്ട് കാര്യമില്ല. കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണീരിനകത്ത് പാപങ്ങൾ മുഴുവനും ഇന്ന് കഴുകിയിട്ട് വേണം ഇവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് തീരുമാനിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് പറ. ഇത്ര ശബ്ദമല്ലേ ഉള്ളൂ, ഇനി ശബ്ദം കൂടുതലൊന്നും ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് തൻ്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവർ മുഴുവനും ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഉണ്ടാ, ഓരോന്നിനും മാറ്റം വരുന്നുണ്ടോ? ഓരോ ഇൻഷാ അല്ലാഹ്ക്കും ശബ്ദം കൂടുന്നു. ഇനിയും വേണമെങ്കിലും കൂടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് തൗബ ചെയ്തിട്ട് വേണം പിരിയാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പിരിവെല്ലാം ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. ഇന്നലെ EP അബൂബക്കർ ഉസ്താദ് നല്ല പിരിച്ചില്ലേ? ഇന്ന് പിരിവൊന്നുമില്ല, ഇന്ന് പിഴിയൽ മാത്രമേ ഉള്ളൂ. ഒന്നും പറയണില്ലപ്പാ. എന്തെങ്കിലും ഈ പ്രഭാഷണമൊക്കെ ലൈവായത് കാരണം ഒന്നും പറയാൻ പറ്റൂല. ഇപ്പം എൻ്റെ ഒരു പ്രസംഗം പടച്ചാനെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. കേസ് വരെയായി. പ്രസംഗം ലൈവ് കൊണ്ടുള്ള പ്രയോജനം അതാ. പണ്ട് ലൈവ് കൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു, ഇപ്പോൾ ലൈവ് കൊണ്ട് ജീവിതത്തിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത നമുക്കൊക്കെ ഇപ്പോൾ കേസ് വരെയായി. അതാണ് പ്രസംഗം കൊണ്ടുള്ളത്. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് അങ്ങിടും. മുമ്പ് പറയുന്നത് എന്താ, ശേഷം പറയുന്നത് അതൊന്നും ആർക്കും അറിയണ്ട. എവിടെ കിട്ടുന്ന അവിടെ കട്ട് ചെയ്തിടുക. എന്നിട്ട് അവരവരുടെ ചാനലും അവരവരുടെ പേജുകളും വളർത്തുക. പാവപ്പെട്ടവന്മാരകത്താവുക. അത് അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അദ്ദുനിയ സിജനുൽ മുഅ്മിൻ, അങ്ങനെയല്ലേ ഹദീസ്. അകത്ത് കിടക്കാൻ വിധിയുണ്ടെങ്കിൽ അകത്ത് കിടക്കണം. അതിപ്പോൾ എന്താ, ആരെയും കൊലപാതകം ചെയ്തിട്ടൊന്നുമല്ലല്ലോ, അധികം പറഞ്ഞിട്ടല്ലേ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് പിരിവുണ്ട് ഇല്ലേ? ഇൻഷാ അല്ലാഹ് പിരി. നിങ്ങൾ നല്ല മനസ്സോടെ ഉള്ളത് നിങ്ങളെല്ലാവരും തന്നാൽ മതി. അൽഹംദുലില്ലാഹ്.
അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും ഇന്നിവിടെ ഇരുന്നു കൊണ്ട് കഴുകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരം മുതലാക്കിയിട്ട് ഉസ്താദേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകാൻ തയ്യാറാണ്. ഇന്ന് വഅദ് കഴിഞ്ഞ് ഇവിടന്ന് പിരിയുമ്പോ ഈ ചിരിച്ചവരെല്ലാവരും കരഞ്ഞുകൊണ്ട് വേണം ഇവിടന്ന് ഇറങ്ങിപ്പോകാൻ. വഅദ് പറയുന്നവനാകട്ടെ, വഅദ് കേൾക്കുന്നവരാകട്ടെ, എല്ലാവരും ചിരിച്ചല്ലോ. എങ്കിലും ഞാൻ പറയുന്നത്, ഇന്ന് വഅദ് കഴിഞ്ഞ് ഇവിടന്ന് ഇറങ്ങിപ്പോകുമ്പോ കരയാത്ത ഒരു കണ്ണുകളും ഉണ്ടാകാൻ പാടില്ല, നിറയാത്ത ഒരു കണ്ണുകളും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരിന്റെ സദസ്സിലിരുന്ന് കൊണ്ട് തൗബ ചെയ്യാ തീരുമാനിച്ചല്ലോ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, പടച്ചറപ്പിന്റെ അദാബുകളെ ഭയന്നുകൊണ്ട്, നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഒരു പാപിയെ പോലെ പോയി നിൽക്കാറുള്ള പേടി കാരണം, അള്ളാഹുടെ മുന്നിൽ, പടച്ചറപ്പിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങളെ ചുമന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാറുള്ള ഭയം കാരണം ഇന്നിവിടെ വെച്ച് കഴുകിക്കളയാ തീരുമാനിച്ച പെങ്ങള്, അല്ലാഹുദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാ ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒന്നാമത്തെ പ്രതിഫലമെന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവേ, പടച്ചവനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിന്റെ അദാബുകളെ ഭയന്നുകൊണ്ട് ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്ത് നന്നാകുമെന്ന് തീരുമാനിച്ചവര് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എപ്പോ ദുആ ചെയ്താലും ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ പരിശുദ്ധമായ റമളാനിന്റെ 30 ദിവസങ്ങളിലും എപ്പോ ദുആ ചെയ്താലും ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. പടച്ചറപ്പിനോട് നരകമോചനം ചോദിക്കുന്നവരാ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ, അല്ലാഹുവേ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്നവര്, നരകത്തെ വല്ലാതെ പേടിക്കുന്നവര്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യാ തീരുമാനിച്ചല്ലോ, പാപങ്ങൾ കഴുകിക്കളയാ തീരുമാനിച്ചല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാ. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ നിന്നെ തൊടില്ല വാപ്പാ, ആ നരകത്തിന്റെ തീ നിന്നെ തൊടില്ല പെങ്ങള്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ ശിക്ഷകളെ ഭയന്നുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യനുണ്ടല്ലോ, അവന്റെ രോമം പോലും കരിയില്ല ചെറുപ്പക്കാരാ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിനകത്തേക്ക് വലിച്ചെറിഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു രോമം പോലും കരിയാതെ പടച്ചവനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നല്ലോ. ഇതുപോലെ നരകത്തിന്റെ തീയിലേക്ക് നിന്നെ വലിച്ചെറിഞ്ഞാൽ ഒരു രോമത്തിൽ പോലും നരകത്തിന്റെ തീ തൊടില്ല സഹോദരാ. അല്ലാഹുവേ, കരയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. പടച്ച റബ്ബേ, നരകമെന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, എത്ര ഭയാനകമാണ്, എത്ര ഭയാനകമാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശം കടന്ന് പടച്ച റബ്ബിന്റെ സന്നിധാനത്തിലേക്ക്, അല്ലാഹുവിന്റെ റൂമിലേക്ക് കടന്നു പോയല്ലോ. ആകാശത്തിന്റെ ഓരോ കവാടങ്ങൾ കടക്കുമ്പോഴും മലക്കുകൾ സ്വീകരിക്കുകയാണ്, പ്രവാചകന്മാര് സ്വീകരിക്കുകയാണ്. ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും അവിടെ നിന്ന് വരവേൽക്കുകയാണ്. കാരണം ഈ ലോകം തന്നെ പടയ്ക്കാ കാരണം
കാരണക്കാരനായ മുത്തുനബിയാണല്ലോ റഹ്മത്തുൽ ലിൽ ആലമീൻ. മഹാനായ പ്രവാചകനെ കാണുമ്പോ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശത്തിന്റെ കവാടങ്ങൾ കടന്നു കടന്നു സ്വീകരണം ഏറ്റുവാങ്ങി നബിതങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാ. നബിതങ്ങൾ നോക്കുമ്പോ ഒരേ ഒരു മലക്കു മാത്രം ചിരിക്കുന്നില്ല. ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷമില്ല. തലതാട്ടി പിടിച്ചിരിക്കുകയാണ്, വല്ലാതെ കരയുകയാണ്. നബിതങ്ങളുടെ മുഖത്തേക്ക് പോലും അവിടെ നിന്ന് തല ഉയർത്തി നോക്കാതെ ആ മലക്ക് സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമാവുകയാണ്. ജിബ്രീൽ, ആരാണ് ജിബ്രീൽ? ആ മലക്കാരാണ് ജിബ്രീൽ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. ആ മലക്ക് ചിരിക്കുന്നില്ലല്ലോ, ആ മലക്കിനൊരു സന്തോഷവുമില്ലല്ലോ. എന്റെ പ്രവാചകൻ എവിടെ നിന്ന് ചോദിക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുന്നു, മാലിക്കേ, എന്തേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? നബിതങ്ങളെ കണ്ടിട്ട് പോലും എന്തേ നീയൊന്ന് സന്തോഷിക്കാത്തത്? ആ സമയത്താണ് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പറയുകയാ, യാ റസൂലല്ലാഹ്, നബിതങ്ങളെ, എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, ഞാൻ ചിരിക്കുന്നുണ്ട് നബിയേ, പക്ഷേ എന്റെ കണ്ണ് നിറയുകയാ, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല നബിയേ. എന്തുകൊണ്ടാണ് നബിയേ? ഞാൻ അല്ലാഹുവിന്റെ ഭയാനകമായ നരകമൊന്ന് കണ്ടുപോയി നബിയേ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തെ ഞാൻ കണ്ടിട്ടുണ്ട് നബിയേ. ഖിയാമത്ത് നാൾ വരെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകമൊന്ന് കണ്ടതിന്റെ പേരില് മരിക്കുന്ന കാലം വരെ ആ മലക്കിന്റെ മുഖത്തുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒന്ന് ചിന്തിക്കു സഹോദരാ, ഈ ഭയാനകമായ നരകം അല്ലാഹു നമുക്കൊരുക്കി വെച്ചിട്ടുണ്ടല്ലോ, എന്തേ അതിനെക്കുറിച്ച് ഓർക്കാത്തത്? ഇതൊക്കെ ചുമ്മാതെ പറയുന്നതല്ലല്ലോ. നരകത്തിന്റെ തീയെക്കുറിച്ച്, നരകത്തിന്റെ ആഴത്തെക്കുറിച്ച്, നരകത്തിന്റെ ശിക്ഷകളെക്കുറിച്ച്, നരകത്തിന്റെ തട്ടുകളെക്കുറിച്ച്, ആ നരകത്തിലെ പാനീയങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും നമുക്കൊരുപാട് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഇതൊന്നും വെറുതെ പറയുന്നതല്ലല്ലോ. ഇന്നത്തെ തലമുറയോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ, മോനെ, അല്ലാഹുവിന്റെ നരകം ഭയാനകമാ, അല്ലാഹു ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിലെ തീയുണ്ടല്ലോ, ദുനിയാവിലെ തീയുണ്ടല്ലോ, അത് നരകത്തിലെ 70-ലെ ഒരംശമാണെന്ന് പറഞ്ഞു കൊടുത്താ ഇന്നത്തെ യുവതലമുറ പറയുന്നത് എന്താ? ഉസ്താദേ, ഇതൊക്കെ പ്രായമായവരോട് പോയി പറ, ഞങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്, ഞങ്ങളോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പക്കാര് ചോദിക്കുന്നത്, എവിടെയാ നരകമിരിക്കുന്നത്? ആകാശത്തിലാണോ, അതോ ഭൂമിയുടെ അടിയിലാണോ, അതോ കടലിന്റെ അടിയിലാണോ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചുമ്മാതെ പറയുന്നത് എന്ന് പറഞ്ഞു പരിഹസിക്കുന്ന യുവത്വമേ, ബുദ്ധി കൂടുമ്പോഴങ്ങനാടാ ചെറുപ്പക്കാരാ. ഞങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്കൊക്കെ വിശ്വസിക്കാൻ വല്ലാത്ത മടിയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ? ഞാൻ പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാ വിശ്കളെ കാണും പെങ്ങള്. അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ,
നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, മാലിക് കൊണ്ടുവാ, മാലിക് അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ കൊണ്ടുവാ മാലിക്. എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെ കൊണ്ടുവരാനാ? ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ കൽപ്പനയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഒരു പ്രദർശനമുണ്ട് സഹോദരാ. ആ നരകത്തെ ലൈവായി കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ടോ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാ, ചങ്ങലയെടുത്തു കൊണ്ടുവാ, ചങ്ങലയെടുത്തു കൊണ്ടുവാ, നരകത്തെ വലിച്ചു കൊണ്ടുവരണമല്ലോ. 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാണ്. 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാണ്. 70,000 ചങ്ങലകൾ കൊണ്ടുവന്ന് നരകത്തിന്റെ ഒരു ഭാഗത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാ. ചങ്ങലയുടെ വലിപ്പമല്ല, ആ ചങ്ങലയിലെ കൊളുത്തിന്റെ വലിപ്പം അറിയണോ? ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാ. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന് ഈ പ്രപഞ്ചത്തിനെക്കാളും വലിപ്പമുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരു ചങ്ങലയുടെ വലിപ്പമൊന്ന് ചിന്തിക്കടോ. ഇതുപോലെ 70,000 ചങ്ങലകൾ കൊണ്ടുവന്ന് നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിച്ചിട്ട് ഒരു ചങ്ങലയിലെ 70,000 മലക്കുകള് ആ ചങ്ങലയിൽ പിടിച്ചുകൊണ്ട് തലയിങ്ങനെ താഴ്ത്തി പിടിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാ. ആ നരകത്തെ ഇങ്ങനെ എല്ലാവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ എവിടെയാണെന്ന് ചോദിച്ചവന് വിശ്വസിക്കാൻ മടിക്കുന്ന യുവത്വമേ, നീ എന്താ പറയുന്നതെന്നറിയോ? പറയുന്നത് ഞങ്ങളല്ല, നമ്മളല്ല, നാവ് കൊണ്ട് അവര് തന്നെ അല്ലാഹുവിനോട് പറയുകയാ, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്ന, പടച്ചവനെ കണ്ടു റബ്ബേ, നരകം കണ്ടു റബ്ബേ, തീ കണ്ടു റബ്ബേ, വലിപ്പം കണ്ടു റബ്ബേ, ശിക്ഷ കണ്ടു റബ്ബേ, ശബ്ദം കേട്ടു അല്ലാ, വിശ്വാസമായി പടച്ചവനെ, എല്ലാം എനിക്ക് ബോധ്യമായി റബ്ബേ, ഫർജിഅനാ. നാളെ പരലോകത്ത് കടന്ന് തെണ്ടുമെന്ന് പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലിരുന്ന് കരയുന്നവരെ, മരണ വീട്ടിലിരുന്ന് കരഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. രോഗിയുടെ ചാരത്തിരുന്ന് കരഞ്ഞിട്ടൊരു പ്രയോജനവുമില്ല. വേദന വരുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല. മോനെ, കരയുകയാണെങ്കിൽ ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞോ. ആ കണ്ണീരിന് വിലയുണ്ട്, ആ കണ്ണീരിന് പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലാ യലിജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ ഒരു ഉദാഹരണം പറയുകയാ. നബിതങ്ങൾ പറഞ്ഞു, ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പാല് കറന്നു. ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പാത്രത്തിലേക്ക് പാല് കറന്നൊഴിച്ചു. ഈ പാത്രത്തിൽ വീണ പാല് പിന്നെ ഒരു കാലത്തും തിരിച്ചകടിലേക്ക് പോകില്ല. ഒരു കാലത്തും ആ പാല് തിരിച്ചകടിലേക്ക് പോകില്ല. പോകാത്ത കാലത്തോളം നരകം നിന്നെ തൊടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തൗബയുടെ പ്രതിഫലം, അതാണ് പശ്ചാത്തപിച്ചു മടങ്ങുന്നതിന്റെ പ്രതിഫലം. അള്ളാഹുവിന്റെ ശിക്ഷകൾ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യ്, നിനക്കതിനുള്ള പ്രതിഫലം നരകമോചനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലമതാ
സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫി ളില്ലി വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത് ഐനാ. നബി തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നട്ടുച്ച സമയത്ത് ഇവിടെ ഇരുന്നിട്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, ശരീരം വിയർക്കുകയാണല്ലോ. സഹോദരാ, ഇതൊന്നും ഒരു ചൂടല്ലടാ മോനെ, പെങ്ങളെ, ഇതൊന്നും ഒരു പ്രയാസമല്ല. ശരീരത്തിന്റെ ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നത് കാരണം സങ്കടപ്പെടുന്ന ഉമ്മ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിന് രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഉമ്മമാര് പ്രസവിച്ചിട്ടതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും അതാ ഉടുതുണിയില്ലാതെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പേടിച്ച് വിറച്ചുകൊണ്ട്, അല്ലാഹുവേ, പേടിച്ച് വിറച്ചുകൊണ്ട് തലവൊന്ന് ഉയർത്താൻ കഴിയാതെ ആരാ എന്നെ വിളിച്ചു നിർത്തിയത് എന്ന് ഭയന്ന് വിറച്ചുകൊണ്ട് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അതാ ആടുകളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ നയിക്കുകയാണ്. എന്നിട്ട് ചെമ്പിന്റെ തറയിലൂടെ, അല്ലാഹുവേ, ഉടുതുണിയില്ലാതെ ചെമ്പിന്റെ തറയിൽ കൊണ്ടുപോയി അല്ലാഹു നമ്മളെ നിർത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ. 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരിക്കുന്ന സൂര്യന്റെ ചൂട് താകാറ് എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ ഈ സൂര്യനെ അല്ലാഹു താഴേക്ക് ഇറക്കുകയാ. ഒരു ജാണ് മുകളില്, തലയുടെ ഒരു ജാണ് മുകളില് ഈ സൂര്യനെ അല്ലാഹു താഴേക്ക് ഇറക്കുകയാ. ഒന്ന് ചിന്തിക്കു പെങ്ങളെ, ചൂടുള്ള നാളുണ്ടേ, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലുലിക്കുന്നതാടേ ഇളാ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? ആ ഇഷ്ടികയുടെ നിറം ചുമപ്പായതെങ്ങനെയാണെന്നറിയോ? അത് കത്തിക്കുന്ന ഒരു ചൂളയുണ്ട് മക്കളെ, അടുത്തു പോയിട്ടുണ്ടോ? എന്തൊരു പ്രയാസമാണെന്നറിയോ, എന്തൊരു ചൂടാണെന്നറിയോ? ആ ചൂളയൊന്നും ഒന്നുമല്ല, പടച്ചവനെ, ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? അല്ലാഹുവേ, കാളയുടെ വായിൽ നിന്നല്ല, നാളെ പരലോകത്ത് വെച്ച് മനുഷ്യന്മാരുടെ വായിൽ നിന്ന് പതയും നുരയും ഇങ്ങനെ ഒഴുകുകയാ. പൊന്നാര ഉമ്മ, അടുക്കളയിൽ നിന്ന് ചോറ് വെക്കുന്ന സമയത്ത് കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ച് മറിയുന്നത് കാണില്ലേ ഉമ്മ? എങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചിട്ട് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുകയാ. അങ്ങനെ ഒരു ദിവസം വരുമല്ലോ, അല്ലാഹുവിന്റെ ഭയാനകമായ കോടതിയില്. യാ വൈലതാ, യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ജന്മം നൽകിയ പിതാവോ, നൊന്ത് പ്രസവിച്ച ഉമ്മയോ, പടച്ചവരെ, കൂടപ്പുറപ്പോ, മക്കളോ തിരിഞ്ഞു നോക്കാത്ത കോടതിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ
അല്ലാഹുവേ വല്ലാത്ത ചൂടുള്ള ദിവസമാണല്ലോ. ആ ചൂടുള്ള ദിവസത്തിൽ ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. ആ തണൽ എവിടെയാണെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലാ. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ മാത്രമേ തണലുള്ളൂ. പടച്ച റബ്ബേ, കോടാനി കോടാനി വരുന്ന ജനങ്ങൾ നിൽക്കുമ്പോ അല്ലാഹു വിളിക്കുകയാ. എവിടെ വെച്ചാ വിളിക്കുന്നതെന്നറിയോ? ഈ വഴി നടക്കുന്ന മജ്‌ലിസിൽ പ്രസംഗം നിർത്തിയിട്ട് നിങ്ങളിൽ ഒരാളെ ഞാൻ വിളിച്ചിട്ട് ഈ സ്റ്റേജിൽ കയറിയിരിക്കാൻ പറഞ്ഞാല് ആ വിളിച്ചു കയറ്റിയിരുത്തുന്ന മനുഷ്യനെന്ത് സന്തോഷമാടോ. എങ്കിൽ സഹോദരാ, നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ കയറിയിരിക്കാ. ആരും നിങ്ങളെ തളയില്ലല്ലോ. അതിലൊന്നും ഒരു കാര്യമില്ല. എങ്കിൽ കയറിയിരിക്കേണ്ടത് ഇവിടെയല്ല, അല്ലാഹുവിന്റെ പരലോകത്താ. അവിടെ നിൽക്കുന്നത് ആരെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യഅ്കൂബ് നബിയും യൂനുസ് നബിയും സുലൈമാൻ നബിയും അയ്യൂബ് നബിയും സക്കരിയാ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും ഈസാ നബിയും, ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാര്, അവരുടെ അനുയായികള്, അല്ലാഹുവിന്റെ റസൂല്, നബിതങ്ങളുടെ മക്കള്, നബിതങ്ങളുടെ ഭാര്യമാര്, നബിതങ്ങളുടെ സ്വഹാബത്ത്, അവിടുത്തെ താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കുടുംബക്കാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ നാട്ടുകാര്, അങ്ങനെ കോടാനി 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 വരുന്ന ജനങ്ങൾ നിൽക്കുമ്പോ അല്ലാഹു വിളിക്കുകയാ. 7 വിഭാഗത്തെ വിളിക്കുകയാ, 7 വിഭാഗത്തെ വിളിക്കുകയാ. നിങ്ങൾ വെയിൽ കൊള്ളല്ലേ, നിങ്ങൾ പ്രയാസപ്പെടല്ലേ, നിങ്ങൾ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടേണ്ടവരല്ല. നിങ്ങൾ എൻ്റെ VVIPകളാ, നിങ്ങൾ എൻ്റെ VVIPകളാ. സബഅത്തുന് യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി. 7 വിഭാഗം ആൾക്കാരെ അല്ലാഹു വിളിക്കുകയാ. ആ 7-ൽ ഒരാൾ ആരെന്നറിയോ? വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത്ത് ഐനാ. ദുആ ചെയ്യുമ്പോ കരഞ്ഞ ഉമ്മ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട്, അല്ലാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ ചെറുപ്പക്കാരാ, ആ പടച്ച റബ്ബിന്റെ പരലോകത്തെ VVIPയെ പോലെ അല്ലാഹു തന്റെ അർശിന്റെ താഴെ നിനക്കൊരു ഇരിപ്പിടം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ അല്ല വിളിച്ചിട്ടിരുത്ത്, നീ ഇവിടെ വാ, അവിടെ നിൽക്കരുത്, ഇങ്ങ് വാ, ഇവിടെ വന്നിരിക്ക്. ആര്? കരഞ്ഞവൻ. ആര്? കരഞ്ഞവൻ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിന്റെ ശിക്ഷകളെ ഭയന്നുകൊണ്ട്, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കണമല്ലോ എന്ന് ഓർത്തു പേടിച്ച് ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ കരഞ്ഞു കഴുകിയവനെ നാളെ നീ ബുദ്ധിമുട്ടില്ല. നിന്നെ അല്ലാഹു VVIPയെ പോലെ തൻ്റെ സിംഹാസനത്തിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തുമെന്ന് നബിയുന റസൂലുള്ളാഹി അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അവിടെ ഇരിക്കാൻ ആഗ്രഹിക്ക്. ഇവിടെ ഇരിക്കുന്നവരെക്കാളും VVIPകൾ താഴെ ഇരിപ്പില്ലേ? ഇതിലൊന്നും കാര്യമില്ലടോ, സ്റ്റേജിലിരിക്കുന്നതിലൊന്നും കാര്യമില്ല. ഞാൻ പറയുന്നത് അവിടെ ഇരിക്കണം, അല്ലാഹുവിൻ്റെ അർശിൻ്റെ താഴെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താ ഒന്ന് കണ്ണ് നനച്ചാൽ അല്ലാഹു കരയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു കരയാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിരുന്ന് കരയും. വല്ല കാര്യമുണ്ടോ? രോഗിയായ ഒരാൾ കിടക്കുകയാ, ക്യാൻസർ പിടിച്ച ഒരാൾ കിടക്കുകയാ, അദ്ദേഹത്തിൻ്റെ അടുക്ക പോയിരുന്ന് കരയും. കരയാൻ പാടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം? കരയാൻ പാടുണ്ടോ? രോഗിയുടെ അടുത്ത് പോയിരുന്ന് കരയാൻ പാടുണ്ടോ? പിന്നെന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? ആ രോഗം പിടിച്ചിരിക്കുന്ന എരുതിയിൽ എണ്ണ പിടിക്കല നമ്മൾ ചെയ്യുക. ഒരു രോഗിയെ കാണാൻ പോയി,
അവന് ഒരല്പം ധൈര്യം, എങ്ങനെയെങ്കിലും ഒരു ധൈര്യം അപ്പോഴെ പോയിരുന്നിട്ട്, അള്ളാഹു എന്നാലും വന്നല്ലോടാ നിനക്ക്, ഓ പടച്ചവനെ. ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു കിഡ്നി രോഗം പിടിച്ച ഒരാൾ കിടക്കുക. കിഡ്നി രോഗം പിടിച്ച് കിടക്കുന്ന ഒരാളെ കാണാൻ പോയപ്പോൾ ഒരാൾ പറയുക, എൻ്റെ മാമാടെ മോനായിരുന്നു, ഇതുപോലെ കിഡ്നിയൊക്കെ ആയി പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി. ആരുടെ മുമ്പിലിരുന്നാ പറയണേ? രോഗിയുടെ മുമ്പിലിരുന്ന്. എൻ്റെ കുടുംബത്തിലൊരു പയ്യനുണ്ടായിരുന്നു, അവന് ഇതുപോലെ കിഡ്നി ക്രിയാറ്റിനൊക്കെ മാറി പെട്ടെന്ന് മാറ്റി വെച്ചു, ഫെയിലായിപ്പോയി, മരിച്ചുപോയി. ആരോടാ പറയണേ? കിഡ്നി രോഗം പിടിച്ച് കിടക്കുന്നവനോട്. നമ്മൾ ചെയ്യണതാണ്, നമ്മളെ കൊണ്ടുള്ള നേട്ടം എന്താ? രോഗസന്ദർശനം നടത്താൻ പോകും. പാപം പനി പിടിച്ച് കിടക്കുക, ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുക, അവൻ്റെ അടുക്ക പോകും. അവനാണെങ്കിൽ ഒന്നും തിന്നാൻ പറ്റത്തില്ല, ജ്യൂസ് വല്ലതും കുടിച്ചോണ്ട് അവിടെ കിടക്കും. നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് അവൻ്റെ തലമാട്ടിലിരിക്കുന്ന ഓറഞ്ചും മുന്തിരി എടുത്ത് നമ്മൾ തിന്നോണ്ട കാര്യം പറയണേ. നമ്മളെ കൊണ്ടുള്ള ഉപയോഗം അതൊക്കെയാണ്. നമ്മൾ അവന് വെച്ചിരിക്കുന്ന ഭക്ഷണം പോലും എടുത്ത് കഴിക്കും, എന്നിട്ട് അവനെ പേടിപ്പിച്ചിട്ട് വരും. മരണത്തിൻ്റെ കാര്യം പറയുന്നത് അവൻ്റെ അടുക്ക പോയി ഇരുന്നിട്ടാ. എന്നാൽ ചങ്ങാതിയുടെ അടുത്ത് പോയി പറയേണ്ട എന്താ? ഇതൊക്കെ സിമ്പിൾ ചങ്ങാതി. എത്രയോ എൻ്റെ അടുത്ത് ആരെന്ത് പറഞ്ഞാലും, എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ഉസ്താദെ വയ്യ എന്ന്, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിൽ പോകും, പലമ്പര് വന്നിട്ട് ഇങ്ങനെ പറയും, ഉസ്താദെ വയ്യ ഉസ്താദെ. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? നിങ്ങൾക്ക് കണ്ണ് കാണാം, ചെവി കേൾക്കാം, നാവിന് കുഴപ്പമില്ല, കാലുകൊണ്ട് നടക്കാം, ഒരു പ്രയാസവും ഇല്ലല്ലോ. എത്രയോ മക്കൾ ആഗ്രഹിക്കുന്നു വാപ്പ ഒന്ന് മരിക്കാൻ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു. മക്കൾ തന്നെ ആഗ്രഹിക്കുന്നു മരിക്കാൻ. അങ്ങനെ ഒരു ഗതി അല്ല നിങ്ങൾക്ക് വരുത്തിയില്ലല്ലോ. നിനക്ക് ബാത്റൂമിൽ എഴുന്നേറ്റ് പൊക്കൂടെ? കയ്യും കാലുമില്ലേ? കേൾക്കാമല്ലോ, കാണാമല്ലോ. സ്വന്തം മക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത എത്രയോ രോഗികളുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. അപ്പം എന്തേ നിനക്കെന്താ ഇത്തിരി മുട്ടുവേദന, ഇത്തിരി ഊരുവേദന? അതൊക്കെ മാറി. ഈ പ്രസവ വേദന അനുഭവിച്ചല്ലോ നീ, പിന്നെന്താ ഈ വേദന കൊണ്ട് അനുഭവിക്കാത്ത? നമ്മൾ സിമ്പിളായിട്ട് കാണുക. നമ്മളതിനെ ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സുകൾക്ക് രോഗം വരരുത്, ശരീരത്തിന് വന്നോട്ടെ. മനസ്സുകൾക്ക് രോഗം വന്ന അതാ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയും എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല, കാരണം രോഗി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ ടെൻഷൻ, പേടിച്ച്. ചിലർ പേടിച്ച് തന്നെ മരിച്ചു പോകും. ഇപ്പം ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് എനിക്കറിയുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പം ഡോക്ടർ ഇവരോട് ചോദിച്ചു, സാധാരണ ഇത് കേൾക്കുമ്പോൾ അപ്പം തന്നെ താഴെ വീഴും, BP കുറയും, നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന്. അപ്പോഴും അവർ പറഞ്ഞ മറുപടി, അല്ല എൻ്റെ കൂടെയുണ്ടല്ലോ, അല്ല എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോഴും അവർ മഹാരാഷ്ട്രയിൽ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ചെയ്ത ഞാമത്ത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ രക്തത്തിൽ ക്യാൻസർ വന്നിട്ട് ആ ശരീരത്തിലെ രക്തത്തിൽ 30% ബ്ലഡ് മാറ്റണം, എന്നിട്ട് പുതിയ ബ്ലഡ് കയറ്റണം. 50 ലക്ഷം രൂപയാ. സുബ്ഹാനല്ലാഹ്. അവരുടെ ശരീരത്തിലെ ബ്ലഡ് മാറ്റി, മുഴുവൻ ബ്ലഡല്ല, 25-30% ബ്ലഡ് മാറ്റിയിട്ട് പുതിയ ബ്ലഡ് കയറ്റാൻ എത്ര ലക്ഷം? 48 ലക്ഷം രൂപ കെട്ടിവെച്ച്. ഞാൻ ചോദിച്ചു, 1 രൂപയെങ്കിലും കുറച്ച് തന്നോ? ഇല്ല. അല്ലാഹുവേ, അപ്പൊ രക്തം മുഴുവനും മാറ്റി. ഇതാ അല്ല ചെയ്ത നമ്മുടെ നിഅമത്ത്. അള്ളാഹു നമുക്ക് ചെയ്തിരിക്കുന്ന നിഅമത്ത് എത്ര നന്ദി കാണിച്ച തീരും ചങ്ങാതി. അള്ളാഹു സഹോദരിക്ക് അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നതാ. ഇന്നലെ അവരുടെ തലയിൽ ഒരു സർജറി കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു, പോട്ടെ, പക്ഷെ അതൊന്നും പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ല ചെയ്ത നിഅമത്ത് അപ്പോഴാണ് മനസ്സിലാക്കുക. അപ്പോൾ രോഗിയുടെ അടുക്ക പോയിരുന്ന് കരയാനല്ല, ആ രോഗിക്ക് ധൈര്യമാണ് കൊടുക്കേണ്ടത്. പ്രയാസം അനുഭവിക്കുന്നവരെ മരണ വീട്ടിൽ പോയിരുന്ന് നിലവിളിച്ചിട്ട് എന്ത് കിട്ടാനാ? മരിച്ച വീട്ടിൽ പോയിരുന്ന് കരയാൻ പാടില്ല എന്നല്ലേ? കരയുന്നതിനനുസരിച്ച് മയ്യത്തിനോട് ശിക്ഷ കൂടുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇമാം ഗസാലി തങ്ങൾ മരിച്ച വീട്ടിലിരുന്ന് കരയുന്ന ഒരു ചങ്ങാതിയെ കണ്ടപ്പോൾ ചോദിക്കടാ, നീ അവനോ ചിരിക്കുക? ഇമാം ഗസാലി തങ്ങൾ മരണ വീട്ടിലിരുന്ന് കരയുന്ന ഒരാളെ കണ്ടപ്പോൾ ഇങ്ങനെ ചിരിച്ചു. എന്തേ തങ്ങളെ കരയണേ? എടാ, ഈ ചങ്ങാതി മരിച്ചവനെ ഓർത്തിട്ട് കരയുന്നു, അവൻ ഇവനെ ഓർത്ത് കരഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. കാരണം എന്ത്? അല്ലാഹു, ഫാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോപ്പാ? കുഴപ്പമൊന്നുമില്ലല്ലോ. മരണം പറഞ്ഞപ്പോഴത്തേക്ക് ഫാന് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇമാം ഗസാലി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത്, നീ നിന്നെ ഓർത്തിട്ട് കരാ. കാരണം എന്തേ? ആ മനുഷ്യൻ മരണമെന്ന് പറയുന്ന ആ മരണവേദനയുടെ കടമ്പ കഴിഞ്ഞു, നിനക്കത് വരാനിരിക്കുക. അദ്ദേഹം മരണവേദന എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് ഖുർആൻ. അപ്പൊ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞത്, ആ മനുഷ്യൻ മരണവേദന അനുഭവിച്ചു, മരിച്ചുപോയി, ആ കടമ്പ കഴിഞ്ഞു, നിനക്കത് വരാനിരിക്കുക.
അദ്ദേഹം രക്ഷപ്പെട്ടു, നിനക്ക് വരാനിരിക്കുന്നു, നീ അദ്ദേഹത്തെ ഓർത്ത് കരയാതെ നിന്നെ ഓർത്ത് കര. സുബ്ഹാനല്ലാഹ്. ഫാനും കരയാൻ തുടങ്ങിയോ? അതും മരിക്കാറായെന്ന് തോന്നുന്നു. ഒന്ന് പിടിച്ചേരെ, ചങ്ങായി ഒന്ന് ഓഫാക്കി വേടാ. ഫാൻ എന്തേലും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല താത്ത, നിങ്ങളതിൽ തൊടല്ലേ, കരണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പോയി ഓഫാക്കട്ടെ പോനെ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നബി തങ്ങൾ പറയുകയാ, മൂന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, പെങ്ങളെ, കരയുന്നവർക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖത്തറതാനി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. അല്ലാഹുവിന് 2 തുള്ളികൾ വല്ലാത്ത ഇഷ്ടമാണ്. 2 തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ആ 2 തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് പടച്ചവനെ ബദറിലും മുഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. ആ സഹാബത്ത്, ആ ശുഹദാക്കളുടെ ശരീരത്ത് നിന്ന് വീഴുന്ന രക്തത്തുള്ളിയുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി പടച്ചവനെ യുദ്ധക്കളത്തിലെ ഷഹീദായ ശുഹദാക്കളുണ്ടല്ലോ, അവരുടെ ശരീരത്ത് നിന്ന് ഒഴുകുന്ന രക്തത്തിന് വല്ലാത്ത പുണ്യമാണ്. നബി തങ്ങൾ പറയുന്നത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. പിന്നെ 2ാമത്തെ തുള്ളി ഏതെന്നറിയോ? ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുനീരിനാടാ, നിന്റെ കണ്ണുനീരിനാണ് ചെറുപ്പക്കാരാ. വാപ്പാ, അല്ലാഹുവിന്റെ അദാബുകളെ ഭയന്നുകൊണ്ട് നരകവും പരലോകവും സിറാത്തും മീസാനും വിചാരണയൊക്കെ കേട്ടിട്ട് ഭയന്നുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീടാ, അതല്ലാഹിക്ക് വല്ലാത്ത ഇഷ്ടമാ, അതല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. പടച്ചവനെ, അത് വല്ലാത്ത ഇഷ്ടമാ. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, കരയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കണ്ണീരിൻ്റെ മഹത്വം നിങ്ങൾക്കറിയോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന ഒരു തുള്ളി കണ്ണുനീരിൻ്റെ ശ്രേഷ്ഠത എന്തെന്നറിയോ? അല്ലാഹുവേ, ഷഹീദായ ശുഹദാക്കളുടെ ശരീരത്ത് നിന്ന് വീഴുന്ന രക്തത്തുള്ളിയോളം പുണ്യമുണ്ടടോ. ഒരാളുടെ കണ്ണിൽ നിന്ന് അല്ലാഹുവിന്റെ അദാബുകളെ ഭയന്നുകൊണ്ട് കരഞ്ഞ ആ കണ്ണീരിന് വിലയുണ്ടടോ. ഭർത്താവിന്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞിട്ട് കണ്ണുനീര് കാണുന്നില്ല, ഒരു വില തരുന്നില്ല എന്ന് പരാതി പറയുന്ന പെങ്ങള്, ഞാൻ കരഞ്ഞിട്ട് പോലും എൻ്റെ മക്കള് നന്നാകില്ലെന്ന് പറയുന്ന വാപ്പാ, അതിലൊന്നും ഒരു കാര്യമില്ലടോ. ആ കണ്ണീരിന്റെ വിലയല്ല, പടച്ചവനെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരയുന്ന നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന്റെ വില. മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ കയ്യും തന്റെ കണ്ണും തന്റെ കരളും വരെ അല്ലാഹുവിന്റെ ദീനിന് കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്ത് നിന്ന് ഒഴുകിയ രക്തമുണ്ടല്ലോ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, ഉമൈർ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ തുടങ്ങുന്ന ശുഹദാക്കളുണ്ടല്ലോ.
ആ ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് വെട്ടുകൊണ്ടിട്ട് ഒലിച്ച രക്തമുണ്ടല്ലോ, ആ രക്തത്തോളം പുണ്യമുണ്ടടോ നിന്റെ കണ്ണീരിന്. നിന്റെ കണ്ണീരിന് അത്രയും വലിയ വിലയുണ്ട് സഹോദരാ. പെങ്ങളെ, സീരിയൽ കണ്ട് കരയുന്ന കണ്ണുനീരല്ല, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുനീരിന്റെ മഹത്വം നിനക്കറിയോ? മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ, ആ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും തന്റെ പൊന്നാര മകനെയും യാസിർ റളിയല്ലാഹു തആല അൻഹു, അമ്മാർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വിളിച്ചു കൊണ്ടുവന്ന് മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെ ഖുറൈശികളെ തല്ലിച്ചതയ്ക്കുകയാ. അവസാനം ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരില്ല എന്ന് മനസ്സിലാകുമ്പോ സുമയ്യ ബീബിയുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തുകയാ. മുഖത്തുകൂടെ തീയങ്ങ് പടർന്നു പിടിച്ച് തന്റെ ശരീരത്തിലെ പച്ചയിറച്ചി മുഴുവനും നിന്ന് കത്തുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല ഓടിച്ചെന്ന് തന്റെ ഭർത്താവിനെ തള്ളി താഴെയിടുകയാണ്. അതാ മണലുവാരിയിട്ട് തന്റെ ഭർത്താവിന്റെ തീ അണയ്ക്കുമ്പോ ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അല്ലാഹു അഹദ്, ഇവന്മാര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി കൊന്നാൽ അള്ളാന്റെ ദീൻ വലിച്ചെറിയില്ലേ? മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന് ധൈര്യം കൊടുക്കുമ്പോ ചവിട്ടി താഴെയിടുകയാ. സുമയ്യ ബീവിയുടെ കഴുത്തിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലേക്ക് സുമയ്യ ബീവിയുടെ തലയവിടന്ന് ചവിട്ടി താഴ്ത്തുമ്പോ അപ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു അഹദ്. പടച്ചവനെ കമ്പിയെടുത്ത് സുമയ്യ ബീവിയുടെ പുറകിലൂടെ കുത്തിയിറക്കുകയാ. അപ്പോഴും വിളിച്ചു പറഞ്ഞു അല്ലാഹു അഹദ്. സുമയ്യ ബീവിയെ മലർത്തിക്കിടത്തിയിട്ട് കുന്തമെടുത്ത് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചൂരുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു അഹദ്. ആ സുമയ്യ ബീവിയുടെ ശരീരത്തിൽ നിന്ന് ആ ഒലിച്ച രക്തമുണ്ടല്ലോ, ആ രക്തത്തോളം പുണ്യമുണ്ട് പെങ്ങളെ. നിസ്കാരപ്പായിലിരുന്ന് കരയുന്ന കണ്ണുനീരിന്, ഈ മജ്‌ലിസിലിരുന്ന് കരയുന്ന കണ്ണുനീരിന് അതിന് വല്ലാത്ത പുണ്യമാ, അതിന് വല്ലാത്ത ശ്രേഷ്ഠതയാ. അത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തുള്ളിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലമിതാ. മൂന്നാമത്തെ പ്രതിഫലമിതാടോ, മൂന്നാമത്തെ പ്രതിഫലമിതാടോ. ഇനി നാലാമത്തെ പ്രതിഫലമെന്തേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, റഅയ്തു മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നിൽക്കുമ്പോ പടച്ചവനെ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാ, ഒരു മനുഷ്യനെ കൊണ്ടുവരികയാ. നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നിബിധങ്ങൾ പറയുകയാ, അവന്റെ കണ്ണിൽ നിന്നൊലിച്ച കണ്ണുനീരുണ്ടല്ലോ, ദുനിയാവിൽ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടോ ആ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാണ്. വാപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടെ പറപ്പല്ല, കുടുംബക്കാരല്ല. ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒലിച്ച കണ്ണുനീര് കടന്നു വരികയാണ്. ആ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാണ്. അല്ലാഹുവേ വിടില്ല അല്ലാ, ഈ മനുഷ്യന് സ്വർഗം കൊടുക്കണേ.
അല്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ കണ്ണുനീരവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ചിരിക്കാൻ എല്ലാവർക്കും പറ്റുമടോ? ഇപ്പൊ ചിരിക്കാൻ പറഞ്ഞാലും നിങ്ങൾ ചിരിക്കുമല്ലോ, എങ്കിലും കരയാൻ പറഞ്ഞാൽ, ചിരിക്കാൻ പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എങ്കിൽ കരയാനൊന്ന് പറഞ്ഞാൽ ആർക്കാടോ കരയാൻ കഴിയുക? കരയണമെങ്കിൽ പടച്ചവനെ എല്ലാവർക്കും പറ്റില്ലല്ലോ. അല്ലാഹുവേ, നബി തങ്ങൾ പറഞ്ഞത് യാ അയ്യുഹന്നാസു തുബ്കൂ, നബി തങ്ങൾ പറഞ്ഞത് ദുആ ചെയ്യുന്ന സമയത്ത് കരയണമെന്നാണ്. ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോ കരയുമല്ലോ. നിങ്ങൾ പറയും ഷോ കാണിക്കുകയാണെന്ന്, നിങ്ങൾ പലരും പറയും ഷോ കാണിക്കുകയാണെന്ന്. അല്ല പൊന്നുമോളെ, വാപ്പാ, ഒരിക്കലും ഉസ്താദ് ഷോ കാണിക്കുകയല്ല. ഉസ്താദ് ഇൽമു പഠിച്ച മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിനറിയാ കരഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന്. നബി തങ്ങൾ പറയുകയാ, ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നീയൊന്ന് കരയണേ. ഇനി കരച്ചല് വരുന്നില്ലേ, ഇനി കരച്ചല് വരുന്നില്ലേ, കരയാൻ പറ്റുന്നില്ലേ, നിന്റെ ഹൃദയം കരിങ്കല്ല് പോലെ ആയി പോയാ, നബി തങ്ങൾ പറയുകയാ, ഫഇല്ലം തബ്കൂ ഫതബാകൂ, ഒന്ന് അഭിനയിക്കുവാപ്പാ, അഭിനയിക്കാൻ അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദുആ ചെയ്യുന്ന സമയത്ത് കരയണം. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് കരയാൻ പറ്റുന്നില്ലെങ്കിൽ അഭിനയിക്ക്. അത് പിന്നെ പഠിപ്പിക്കണ്ടല്ലോ, അഭിനയിക്കാൻ വേണ്ടി പഠിപ്പിക്കണ്ടല്ലോ. സിനിമയിൽ അഭിനയിക്കാനല്ല, സീരിയലിൽ അഭിനയിക്കാനല്ല. സീരിയലിലെ പെണ്ണ് കരയുമ്പോ കൂടെ കരയുന്ന ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ ദുആ ചെയ്യുന്ന സമയത്ത് കരയ്. പക്കറ്റ് എടുക്കാറായോ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ മനുഷ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. ഇദ്ദേഹം നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ തലയുടെ മുകളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 2 മലക്കുകൾ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിൻ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ യൗമിൻ യുസ്ബഹുൽ ഇബാദു ഫീഹി ഇല്ലൽ മലക്കൈൻ. നബി തങ്ങൾ പറയുകയാ, 2 മലക്കുകൾ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി വരും. എല്ലാ ദിവസവും രാവിലെ 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫ. ഈ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ചങ്ങാതി വരുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് നിങ്ങൾ ഈ ബക്കറ്റിൻ്റെ അകത്തിട്ടാൽ നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഉള്ളതിൽ പങ്കിവൻ കൊടുത്തു പടച്ചവനെ, നീ ഇവന് ബർക്കത്ത് നൽകണേ എന്ന് ദുആ ചെയ്യും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് ദുആ ചെയ്യും? ഉസ്താദോ, തങ്ങളോ, വലിയോ, നബിയോ? അല്ല, ഒരു മലക്ക്. മലക്കാരാണെന്ന് നമ്മൾ പഠിച്ചവരാ. മലക്കുകളുടെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന ഒരു മലക്ക് ദുആ ചെയ്താൽ തന്നെ ഈ ലോകത്തുള്ള സർവ്വരും രക്ഷപ്പെടും. അതാണ് ഒരു മലക്കിൻ്റെ ദുആ. അപ്പോൾ ഒരു മലക്ക് രാവിലെ വന്നതാ, നമ്മളുടെ ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ ആ മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റിൻ്റെ അകത്ത് പൈസ ഇടുമ്പോൾ അല്ലാഹു മലക്ക് ദുആ ചെയ്യും, പടച്ചവനെ ഈ മനുഷ്യന് നീ ബറക്കത്ത് ചെയ്യണം. നീ പോക്കറ്റിൽ പൈസയും വെച്ചിട്ട് പൊട്ടം കളിക്കും. ഈ ചങ്ങാതി വരുമ്പോൾ കണ്ട പരിചയം പോലും കാണിക്കില്ല. അങ്ങോട്ടും നോക്കും ഇങ്ങോട്ടും നോക്കും, ഇല്ലെങ്കിൽ തല കുനിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഒരു ചിരി. കാരണം ചിരിയും സദക്കയാണല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പുഞ്ചിരിയും സദക്കയാണല്ലോ.
ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യും. ഈ ചങ്ങാതി മുമ്പിൽ വരുമ്പോൾ പോക്കറ്റിൻ്റെ അകത്ത് പൈസ വെച്ചിട്ട് നീ കൊടുക്കാതെ ഇരുന്നാൽ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പറയും, പടച്ചവനെ ഇവൻ പിടിച്ചു വച്ചു, നീ കൊടുത്തിട്ട് പോലും ഇവൻ പിടിച്ചു വെച്ചു, പടച്ചവനെ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാ. ഓയ് ഈ റമളാൻ മാസത്തിൽ നിനക്കെതിരായി മലക്ക് ദുആ ചെയ്യും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും പൈസ അള്ളാഹിക്ക് വേണോ? നിങ്ങൾ പൈസ അള്ളാഹിക്ക് കൊടുത്താൽ അള്ളാഹിക്ക് വല്ലതും കിട്ടുമോ? പറകാക്കാമാരെ കിട്ടുമോ? കിട്ടൂല. കൊടുത്ത ആർക്ക് കിട്ടും? നിനക്ക് കിട്ടും. നിനക്ക് വരാനിരിക്കുന്ന വിപത്തുകൾ, നിനക്ക് വരാനിരിക്കുന്ന രോഗങ്ങൾ, അപകടങ്ങൾ, അത് സദക്ക തട്ടിമാറ്റുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പം എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ പേരെന്തോ? സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് ഇല്ലേ? സ്വർഗത്തിൽ പോകണം എങ്കിൽ നാണം വേണ്ട. എല്ലാവരുടെ മുമ്പിൽ പോയി നിന്നിട്ട് പിരിച്ചോ. ഇത് നിങ്ങൾക്ക് വീട് വെക്കാനല്ല. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും 2 മിനിറ്റ് നിന്ന് മേടിച്ചോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ മലക്കുകളുടെ ദുആ വേണ്ടവരൊക്കെ കൈകെട്ട് വല്ലതും എടുത്തോ. ഇല്ലെങ്കിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവർ സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എന്ത് കൊടുത്തിട്ട് ചികിത്സിക്കും? ഇപ്പൊ ബക്കറ്റ് മുമ്പിൽ വന്നപ്പോൾ ആമിനാത്ത മിണ്ടാതിരിക്കുന്നു. ശരീരത്തിലൊരു മുഴ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഒന്ന് ക്യാൻസറിന്റെ ടെസ്റ്റിന് അയക്കാം. ഇന്നാ സ്വർണ്ണ മോതിരം. അപ്പം നീ കൊടുക്കും അല്ലേ? ഇപ്പൊ 10 രൂപ ഇടാൻ മടിക്കുന്ന പെണ്ണെ, നിനക്കൊരു ടെസ്റ്റ് വന്നാൽ ക്യാൻസറിന്റെ ടെസ്റ്റിനെങ്ങാണ് വയച്ചാ 2000-ന്റെ നോട്ട് വരും. അതാ അപ്പൊ നിനക്കറിയാം സദക്കയുടെ മഹത്വം എന്താണെന്ന്. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക ചെയ്യ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു. പടച്ചവനെ അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ പടച്ചറപ്പേ, ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ കൊടുക്കല്ലേ അല്ലാ. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, കൊടുത്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ്. ഇവരുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് ലഭിച്ചവരിൽ പെടുത്തണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്ക്. അത് ഷോയൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് അഭിനയിക്ക്. ഇനി അതിനും പറ്റുന്നില്ല, അതിനു പോലും നിനക്ക് മനസ്സു വരുന്നില്ലെങ്കിൽ, നിന്റെ ഹൃദയം അത്രയും കരിങ്കല്ല് പോലെയായി പോയാൽ നബി തങ്ങൾ പറയുകയാ, ഫഇന്ന അഹ്ലന്നാരി യബ്കൂ, നരകവാസി കരയുകയാ. മഴ പെയ്യുന്ന സമയത്ത് വെള്ളമൊലിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ വെള്ളമൊലിച്ച സ്ഥലത്തൊരു അടയാളം കാണുമല്ലോ, ഒരു ചാല് കാണുമല്ലോ, ഒരു ഓട കാണുമല്ലോ. സുബ്ഹാനല്ലാഹ്, നരകവാസിയുടെ മുഖത്ത് അങ്ങനെ ഒരു ഓട കാണാ, ഒരു ചാല് കാണാ. വെള്ളമൊഴുകിയതല്ല, കണ്ണീരൊഴുകിയതിന്റെ, കരഞ്ഞ് കണ്ണുനീരൊഴുകിയതിന്റെ അടയാളം കാണാ. അവര് കരയുകയാ. കരഞ്ഞ് കണ്ണുനീര് തീർന്ന സുമ്മയസീലുദിമാ, പിന്നെ രക്തമാണ് ഒഴുകുന്നത്.
അവരുടെ കണ്ണുനീര് തീർന്നാലും പിന്നെ രക്തമാണ് ഒഴുകുന്നത്. അവരുടെ മുഖത്തുകൂടെ രക്തമിങ്ങനെ ഒഴുകുകയാണ്. അവരുടെ കണ്ണിലൂടെ തലച്ചോറ് കലങ്ങിയിട്ട് രക്തമിങ്ങനെ ഒഴുകുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്തിനാ തൗബ ചെയ്യാൻ പറയുന്നതെന്നറിയോ? തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, ആരെങ്കിലും തൗബ ചെയ്യാറ്, ഏതെങ്കിലും ഒരു മനുഷ്യന് തൗബ ചെയ്താ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നബി തങ്ങൾ പറഞ്ഞു 2 വട്ടം ഒരാൾ അല്ലാഹു ശിക്ഷിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാണ്. നിറകണ്ണുകളോടെ നബി തങ്ങളുടെ മുമ്പിൽ വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ, എന്നെ വന്ന് ശുദ്ധീകരിക്കണം നബിയേ. ആരാണ് വന്ന് പറയുന്നതെന്നറിയോ? മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയേ, ഞാൻ വൻപാപം ചെയ്തവനാണ് നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുമ്പോ റസൂലുള്ള കേൾക്കാത്തതുപോലെ അഭിനയിക്കുകയാണ്. അവിടെ നിന്ന് പറയുന്നു, പോകാര് പടച്ചവനെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പോമായിസേ, പോമായിസേ. നബി തങ്ങൾ കേൾക്കാത്തതുപോലെ പറഞ്ഞു വിടുകയാ. കാരണം എന്തെന്നറിയോ? വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ടാണ് നബി തങ്ങൾ കേൾക്കാത്തതുപോലെ പറഞ്ഞു വിടുകയാ, പോയി തൗബ ചെയ്യട്ടെ. മായിസന് നബി തങ്ങൾ പറഞ്ഞു വിടുകയാണ്. പക്ഷേ സമാധാനമില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല. ഒരു സമാധാനവും മായിസ് റളിയല്ലാഹു തആല അൻഹുവിനില്ല. പടച്ചവനെ, പിന്നെയും നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബാ, മായിസ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു സ്വഹാബാ. സ്വഹാബത്ത് ചെന്ന് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ചെല്ലുകയാ. എന്നിട്ട് അവര് പറയുന്നു, യാ റസൂലല്ലാഹ്, മായിസ് കള്ളു കുടിക്കില്ല നബിയേ, കള്ളു കുടിക്കത്തില്ല നബിയേ. മായിസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, എനിക്കറിയാ നബിയേ, എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാ നബിയേ. അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തിനാണ് ഇവരുടെ മുന്നിൽ വെച്ച് ഞാനിത് ഏറ്റുപറഞ്ഞ് ശിക്ഷ നേടാനുള്ള കാരണമെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിലെ ശിക്ഷ എനിക്ക് സഹിക്കാൻ പറ്റുമല്ലോ? ഈ ദുനിയാവിലെ ശിക്ഷ ഈ മായിസിന് സഹിക്കാൻ പറ്റുമല്ലോ? ഇതിനൊരവസാനമുണ്ടല്ലോ. എറിഞ്ഞ് എറിഞ്ഞ് ഇവരെന്നെ കൊന്നാൽ, ഞാൻ മരിച്ചാൽ അത് തീരുമല്ലോ നബിയേ. എങ്കിലും ഞാൻ ഇത് മറച്ചു വെച്ചിട്ട് നാളെ പരലോകത്ത് ചെന്നാ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു വ്യഭിചാരിയെ പോലെ പോയി നിൽക്കാൻ എനിക്ക് പേടിയാ നബിയേ. എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ പോയി നിൽക്കാനുള്ള ധൈര്യമില്ല. നരകം എനിക്ക് താങ്ങാൻ പറ്റൂല, പരലോകം എനിക്ക് താങ്ങാൻ പറ്റൂല, അല്ലാഹുവിന്റെ ശിക്ഷ എനിക്ക് താങ്ങാൻ പറ്റില്ല. അതിനൊരവസാനമില്ലല്ലോ. ഇന്ന് ദുനിയാവിൽ വെച്ച് ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയാൽ അല്ലാഹു എന്നെ രണ്ടാമത് ശിക്ഷിക്കില്ലല്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്,
എനിക്കുള്ള ശിക്ഷതാ നബിയേ, എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം അവിടെ നിന്ന് പറഞ്ഞു, മിസ്അബ്ദ, പടച്ചവനെ മായിസിനെ എറിഞ്ഞു കൊല്ലാൻ അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിയുകയാണ്. പടച്ചവനെ സ്വഹാബികൾ അവിടെ നിന്ന് കല്ലെടുത്തെറിയുമ്പോ മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഏറുകൊള്ളുമ്പോ മരണപ്രാളത്തിലോടുകയാ. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. പടച്ചവനെ എവിടെയെങ്കിലും പോയി തൗബ ചെയ്ത് ജീവിക്കട്ടെ. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ച് കഴിയുമ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് നബിതങ്ങളുടെ മുന്നിലേക്ക് വരികയാ. ആരാ വരുന്നത്? മായിസാട്. നബിയേ, ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിപ്പോയതാ നബിയേ, മരണപ്രാളത്തിൽ ഓടിപ്പോയതാ. എന്നിട്ട് മായിസ് പറയുകയാണ്, എന്നെ ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിയാ പറ നബിയേ, എന്നെ ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് കൈകാല് കെട്ടിയിട്ട് എറിയാ പറ നബിയേ. എത്ര വേദനിച്ചാലും ഓടാൻ പറ്റില്ലല്ലോ. പടച്ചവനെ അവസാനം മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിക്ഷ നടപ്പാക്കുകയാ. ചെറുപ്പക്കാരാ, ഒരുപാട് നാള് കഴിഞ്ഞിട്ട് നബിതങ്ങളും സ്വഹാബത്തും മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ സ്വഹാബികൾ പരസ്പരം പറയുകയാണ്, ഇത് ദുനിയാവിൽ വെച്ച് ശിക്ഷ ഏറ്റുവാങ്ങിയ മായിസിന്റെ ഖബറാ. മായിസിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നബിതങ്ങൾ പറയുന്നു, സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് പറയല്ലേ, നിങ്ങൾക്കറിയാത്തത് പറയല്ലേ. മായിസിന്റെ തൗബയോളം നിങ്ങളുടെ തൗബ മതിയാകില്ല. മായിസ് സ്വർഗത്തിലാ സഹാബാ, മായിസ് സ്വർഗത്തിലാ സ്വഹാബ. മായിസിന്റെ തൗബയോളം ആരോടോ തൗബ ചെയ്യുന്നത്? മായിസിന്റെ തൗബയോളം വലിപ്പമുള്ള തൗബ ഏതാ? നബിതങ്ങൾ പറയുന്നു, മായിസ് സ്വർഗത്തിലാ. നിങ്ങൾക്കറിയാത്തത് പറയരുത് പെങ്ങളെ. ഇത് നാട് മുഴുവനും കേട്ടപ്പോ മായിസിന്റെ കൂടെ ശാരീരികമായി ബന്ധപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ പെണ്ണും നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, രണ്ടാമത്തെ പ്രതി ഞാനാണ് നബിയേ. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു മായിസിന്റെ കുഞ്ഞാണ് നബിയേ. എനിക്കും ശിക്ഷതാ നബിയേ. നബിതങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയാണ്, പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു വിടുകയാ. രണ്ടാമത്തെ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, എന്നെയും ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയാ, പൊക്കോ, നീ പോയിട്ട് വാ, പോ, പ്രസവിച്ചിട്ട് വാ. എന്തേ പറഞ്ഞു വിട്ടത്? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്തു പ്രസവിച്ച ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ഏത് പെണ്ണിന്റെയും മനസ്സ് മാറും, ജീവിക്കാൻ ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് തൗബ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നബിതങ്ങൾ പറഞ്ഞു വിട്ടു. ആ പെണ്ണ് പോയി, പ്രസവം കഴിഞ്ഞു, ചോര കുഞ്ഞുമായിട്ട് നബിതങ്ങളുടെ മുമ്പിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ചാരത്ത് വന്നു, പ്രസവം കഴിഞ്ഞു നബിയെ, എന്നെ ശുദ്ധീകരിക്കണം. നബിതങ്ങൾ പറഞ്ഞു, കുഞ്ഞിന് പാല് കൊടുക്ക്, കുട്ടിക്ക് പാല് കൊടുക്ക്. ആ കുട്ടി മറ്റു ഭക്ഷണം കഴിക്കാനാകുമ്പോ വാ. എന്തിനാ പറഞ്ഞു വിട്ടത്? തൻ്റെ പൊന്നാര കുഞ്ഞിൻ്റെ ചിരിയും കളിയും കാണുമ്പോഴെങ്കിലും ആ പെണ്ണിൻ്റെ മനസ്സ് മാറിയാലോ. ആ പെണ്ണു പോയി. നാളുകൾ കഴിഞ്ഞു. നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് തൻ്റെ കുഞ്ഞിൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നബിയെ, എനിക്ക് ശിക്ഷത, എനിക്ക് ശിക്ഷത. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാടോ തൗബ, ഇതാണ് തൗബ. എന്തിനാ ഇത് ചെയ്തതെന്നറിയോ? ഇന്നിവിടെ വെച്ചത് ഏറ്റുവാങ്ങിയാൽ രണ്ടാമതൊരു ശിക്ഷയില്ല. അള്ളാഹ് കരുണ കാണിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ദുആയ്ക്ക് കുറവൊന്നുമില്ല. എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്, എല്ലാവരും തൗബ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദുആ കൂടുതലാ, പക്ഷെ ഒന്നും
ചെയ്യേണ്ടതുപോലെ ചെയ്യണില്ല. അതാ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത്. ഒരാൾ പശ്ചാത്തപിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. നമ്മളൊരു പാപം ചെയ്തു, ആ പാപത്തിൻ്റെ പേരിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു, 1 അല്ല 2 അല്ല 3 അല്ല, അള്ളാഹുവിനോട് ചെയ്യില്ല 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 എന്ന് തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ മാറ്റം വരും. നമുക്കൊരു മാറ്റവും ഇല്ല, നമുക്ക് ഒരു മാറ്റവുമില്ല. നോമ്പ് പിടിക്കുന്നു, വെറും പട്ടിണി കിടക്കുന്നവരാ നമ്മൾ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. വെറുതെ കിടന്ന് ദുആ ചെയ്തിട്ടും തൗബ ചെയ്തിട്ടും കാര്യമില്ല. തൗബ ചെയ്യേണ്ടതുപോലെ ചെയ്യണം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് തൗബ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും കസേര എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വന്നേ. വാ, നിർത്താൻ പോവാ, ഇനി അടുത്തിരി. ഇനി വന്നോ, ധൈര്യമായിട്ട് കയറി വന്നു. എല്ലാവരും ഇങ്ങനെ കയറി വാ. ഞാനും ഇരുന്നോട്ടേപ്പാ, കാല് വേദന എടുക്കുന്നു, നോമ്പല്ലേ. ഇരുന്നോട്ടെ. അപ്പം ഇങ്ങോട്ട് കയറി വാ. ഇങ്ങ് വാ, കറണ്ടൊന്നും അടിക്കത്തില്ല, വാ, ഇനി കൊറോണ ഒന്നും ഇല്ല, വാ, ഓടി വാ. കയറി, എല്ലാവരും മുന്നോട്ട് കയറിയിരി. പുറകിലിരിക്കല്ലേ ചങ്ങാതി. ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ മുമ്പിലും. ഇന്നലെ ഇ പി ഉസ്താദ് എന്തോ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു, ഈ പുറകെ നിൽക്കുന്നതിന് എന്തോ പറഞ്ഞായിരുന്നു, കയറിയിരിക്കാത്തതിന് എന്തോ ഒരു ഉദാഹരണം പറയണേട്ട്. ഇങ്ങോട്ട് വാ, അത് അവിടെ സ്ഥലം കിടക്കുന്നുണ്ടാ, ഇങ്ങോട്ട് കയറിയിരുന്നോ, ഇങ്ങോട്ട് നീങ്ങിരിടോ. ആ ചങ്ങായിമാർ ഇങ്ങോട്ട് കയറി, ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു. ഇങ്ങോട്ട് അൽഹംദുലില്ലാ, എല്ലാവരും കയറിയിരിക്കും. അൽഹംദുലില്ലാ. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മുമ്പിലേക്ക് ഇരിക്കുക, ആവശ്യമില്ല കാര്യത്തെ പുറത്തു പോയി നിൽക്കുക, പുറകോട്ട് നിന്നു. ആവശ്യമുള്ളതിൽ മുമ്പിൽ നിൽക്കണം. അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ മുമ്പിലേക്ക് കടന്നു പോകാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ബോറടിക്കണുണ്ടാ? എന്നോട് ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഈ തൊണ്ട ഇങ്ങനെ വല്ലാതാകുമ്പോൾ, ചുമച്ച് തുപ്പുമ്പോൾ ചെറുതായിട്ട് ബ്ലഡ് വരുന്നു. അതുകൊണ്ട് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. സത്യം പറഞ്ഞാൽ നോമ്പ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് കൂടുതലാണ്. വെള്ളം കുടിക്കാനൊന്നും പറ്റണില്ലല്ലോ. പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, ഡ്രൈ ആകരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുക. അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. എന്തായാലും ഒരു ദിവസം മരിക്കും. അപ്പോൾ വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചാൽ നല്ലതാണല്ലോ. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. സംഘാടകരൊന്നും ഇരിക്കണില്ലേ? നിങ്ങൾ ബക്കറ്റും കവറുമായിട്ട് അവിടെ നടക്കുക. പക്ഷേ ആ കവറും ബക്കറ്റും ഒക്കെ എപ്പോഴും കാണും. ഇതൊക്കെ ഇപ്പോഴേ കാട്ടത്തുള്ളൂ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. താത്താമാരിക്കണില്ല അവിടെ? എന്താപ്പാ അവിടെ എന്താ ഒരാൾ കൂട്ടം? ആർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ. എൻ്റെ പൊന്നാര താത്താമാരെ, നിങ്ങൾ കയറിയിരുന്ന് വഴുത് കേൾക്ക്. എഴുത്തും പേർക്ക് അതൊക്കെ ദൂരക്കളാ. ആദ്യം സ്വന്തം കാര്യം നോക്കുക. അപ്പന നഫ്സി 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 നഫ്സിയാന്ന. നാളെ പരലോകത്ത് സ്വന്തം കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. പിരിവും കത്ത് അതൊക്കെ പിന്നീട്. ആദ്യം അവനവൻ്റെ കാര്യം നോക്ക്. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? നിങ്ങളെന്താ ആദ്യം സ്വന്തം കാര്യമല്ലേ നോക്കണ്ടേ? നിങ്ങൾക്ക് എന്തോ ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അവനവൻ്റെ കാര്യം നോക്ക്. ബിൽഡിങ്ങും കെട്ടിടമൊക്കെ അല്ല നോക്കിക്കൊള്ളും. ഈ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇത്രയൊക്കെ ആയില്ലേ? അൽഹംദുലില്ലാ. നമ്മളെ നടത്തുന്നത് അള്ളയല്ലേ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അതൊക്കെ നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ പണി ഞാനാ കുറ്റിയിട്ടത്, ഞാനാ കല്ലിട്ടത്. പള്ളിയുടെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. പൈസ ഒന്നുമില്ല. എങ്ങനെയെന്ന് വെച്ചാൽ അല്ല ഇങ്ങനെ നടത്തും. ഓരോ വെള്ളിയാഴ്ച എവിടെ നിന്നെങ്കിലും പൈസ വരും. ഞാൻ എൻ്റെ പള്ളി കമ്മിറ്റിക്കാരോട്, നാട്ടുകാരോട് ഞാൻ പറയും, നിങ്ങളിതെങ്ങനെയാ പണിയണേ നോക്കിക്കോ. മലക്കുകളാ പള്ളി പണിയണേ. സത്യം പറഞ്ഞാൽ എപ്പോഴെങ്കിലും പൈസയുടെ, ഞാൻ ആ പള്ളിയുടെ വാർപ്പെന്നല്ലേ പറയാ, ആ പള്ളിയുടെ വാർപ്പിൻ്റെ സമയമായി. അപ്പം പകുതിയാണ് വാർക്കാൻ തീരുമാനിച്ചത്. 38 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ എങ്ങാണ്ട് വേണം അത് വാർക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു, ഈ പകുതി ഇങ്ങനെ വാർത്താൽ ബാക്കിനി എന്ത് ചെയ്യും? ഇത് ഫുള്ളും വാർത്തൂടെ? ഉസ്താദ് 70 ലക്ഷം രൂപ വേണം. 65 or 70 ലക്ഷം രൂപ വേണം ഇത് ഫുള്ളും വാർക്കാൻ. കയ്യിലെന്തോ ഉണ്ട്? 50,000 രൂപ. എത്ര രൂപയുണ്ട്? 50,000 രൂപ. അപ്പം 38 ലക്ഷം രൂപ വേണം പകുതി കോൺക്രീറ്റ് ചെയ്യാൻ. അപ്പം ഈ 50,000 രൂപ കൊണ്ട് നിങ്ങളിത് അതെന്തെങ്കിലും വണ്ടി ഉണ്ടാകും ഉസ്താദ്. എന്നാൽ ഞാൻ പറഞ്ഞു, മൊത്തം അടിച്ചുതരാം പൈസ, അതൊക്കെ അല്ല തരും എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടുത്തെ ഈ പണി ചെയ്യിക്കണ ചങ്ങാതി ഒരു ക്രിസ്ത്യാനിയാ. ഉസ്താദ് പറഞ്ഞാൽ പിന്നെ എനിക്കെന്താ, അടിച്ചേക്കാൻ പറഞ്ഞു മൊത്തം.
രണ്ടും കൽപ്പിച്ചടിക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാ 65 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. എനിക്കിന്നും തിരിഞ്ഞില്ല. അതാണ് അള്ളാഹ്. ഇങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ റബ്ബ് വഴികൾ തുറന്നു തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞു തരാം ഇൻഷാ അള്ളാഹ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എൻ്റെ പള്ളിയുടെ പണി എൻ്റെ വലിയൊരു സ്വപ്നമാണ്. ജോലി എന്തായാലും ഒരു ദിവസം അവിടെ നിന്ന് പിരിച്ചു വിടും. അത് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. സാധാരണ പള്ളി പണി കഴിയുമ്പോൾ ഇമാമിനെ പറഞ്ഞു, പുതിയ പള്ളി വരുമ്പോൾ പുതിയ ഇമാമ. എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട്, എന്തിനാ സിറാജ് ഇതൊക്കെ, നിന്നെ ആദ്യം പുറത്താക്കുന്നു. ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കത്തൊന്നും ഇല്ലല്ലോ, ഏത് ഇമാമിനും നിലനിൽപ്പൊന്നും ഇല്ലല്ലോ. അള്ളാഹു റിസ്ക് നിശ്ചയിച്ചിരിക്കുന്നത് വരെ ഇരിക്കും പോകും. അള്ളാഹു ഹിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ എന്തായാലും ഞാനാണ് കല്ലിട്ടത്. അൽഹംദുലില്ലാ ആരെങ്കിലും വീടിന് കല്ലിടണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടാ. വീടിന് കല്ലിടണമെങ്കിൽ ഞാൻ വീടിന് കല്ലിട്ട പെട്ടെന്ന് പണി തീരുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ കല്ലിട്ടാണ് താമല്ല, എൻ്റെ വീടിന് ഞാൻ ഇട്ടാൽ മതിയായിരുന്നു പിന്നെ ചിന്തിച്ച്. അൽഹംദുലില്ലാ എന്നും പറഞ്ഞിട്ട് ആരും വിളിക്കണ്ട കേട്ടാ, വേണ്ട. കല്ലിട്ട് കഴിഞ്ഞാൽ ചിലതാ കുറ്റിയടിച്ചാ പണ്ടാരം തീരുന്നുമില്ലടാ, ആരാടാ അടിച്ചത് ജയിക്കൂലേ. അൽഹംദുലില്ലാ അള്ളാഹു പള്ളിയുടെ പണിയൊക്കെ എളുപ്പത്തിൽ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. മെയ് മാസം 18-ാം തീയതിയാണ് പള്ളിയുടെ ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പണി തീർന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലല്ലാ അള്ളാഹു ഖൈറാക്കാൻ വേണ്ടി ദുആ ചെയ്യുക. ഇവിടെ സ്ഥാപനത്തിൽ ഹാഫിളീങ്ങളൊക്കെ ഇല്ലേ? ഹാഫിളീങ്ങളൊക്കെ പിള്ളേരൊക്കെ വീട്ടിൽ പോയോ? അൽഹംദുലില്ലാ ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് പറയുന്നു, എൻ്റെ പള്ളിയിൽ വെച്ചിട്ട് മെയ് മാസം 14-ാം തീയതി ഖുർആൻ പാരായണ മത്സരമുണ്ട്. ഖുർആനിലെ ഞാൻ നടത്തുന്നൊരു പരിപാടി 30 ജുസുവിൽ ഏത് ആയത്ത് ഓതിയാലും പറഞ്ഞാലും ഓതണം. ഇതാ മത്സരം. ഖുർആനിലെ 30 ജുസുവിലെ ഏത് ആയത്ത് ഓതിയിട്ട് ബാക്കി ഓതാൻ പറഞ്ഞാലും ഓതണം. അങ്ങനെ ഓതി ജയിക്കുന്ന വിദ്യാർത്ഥിക്ക് 1-ാം പ്രൈസ് 1 ലക്ഷം രൂപയാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അത് കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 30 ജുസുബിൽ ഏതായത്ത് ഓതിയിട്ട് ഓതാൻ പറഞ്ഞാലും ഓതണമെങ്കിൽ സാധാരണ ഒരാളെ കൊണ്ട് പറ്റുമോ? പറ മനുഷ്യന്മാരെ, ഓതാൻ പറ്റുമോ? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ബാക്കി എന്താ? അല്ലാഹു അലം. ഏറ്റവും മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് 114-ാമത്തെ സൂറത്തിന്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഓതിയിട്ട് നീ ഉറക്കത്തിൽ ചോദിച്ച ഓതുന്ന സൂറത്താ അല്ലേ? എന്നിട്ട് ഓതാൻ പറ്റുന്നുണ്ടോ? പള്ളിയിലെ ഉസ്താദിന് യാസീൻ ഓതി നിസ്കരിക്കാൻ പേടിയാ. ഞങ്ങൾക്കൊക്കെ യാസീൻ ഓതിയിട്ട് നിസ്കരിക്കാൻ പേടിയാ. കാരണം എന്തേ? ഏറ്റവും കൂടുതൽ തെറ്റിപ്പോണത് യാസീനാ. എല്ലാവർക്കും അറിയുന്ന സൂറത്ത്. ഉസ്താദന്മാരോട് വലിയ സൂറത്ത് ഓതാൻ പറ, ഓതും. എന്നാൽ വല്ലോഹായിക്ക് ദേശം താഴോട്ടോടാൻ പറ, ചിലപ്പോൾ പേടിയാ. കാരണം എന്തേ? പേടി. ഇതാ തെറ്റിപ്പോകും. വേറൊന്നും കൊണ്ടല്ല, ചില ആയത്തുകൾ സാമീപ്യമുള്ള ഒന്ന് ഓതി എവിടെങ്കിലൊക്കെ പോയി തിരിച്ചു വരും. അപ്പൊ ഈ ഖുർആനിലെ 30 ജുസുബിൽ ഏതായത്ത് ഓതിയാ ചോദിച്ചാലും അത് ഓതണമെങ്കിൽ ഖുർആനുമായിട്ട് ആ കുട്ടിക്കുള്ള ബന്ധം. 1 ലക്ഷം രൂപയാണ് 1-ാമത്തെ പ്രൈസ്. 2 50,000, 3 25,000. അൽഹംദുലില്ലാ അവസാനത്തെ റൗണ്ടിൽ കയറുന്ന എല്ലാവർക്കും അൽഹംദുലില്ലാ ഒരു ആദരവ് അള്ളാഹു സ്വീകരിക്കുവാറാകട്ടെ. ഒരു സ്ഥാപനത്തിൽ നിന്ന് 2 വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം ഇൻഷാ അല്ലാഹ്. ഹാഫിദീങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്യുക. അൽഹംദുലില്ലാ അള്ളാഹു ഖൈറിലാക്കുമാറാകട്ടെ. അപ്പം എന്താപ്പം ഞാൻ പറഞ്ഞേ? തൗബ ചെയ്യേണ്ടത് എങ്ങനെ? ഓർമ്മയില്ല ഇല്ലേ? സ്വന്തം ഭാര്യയുടെ ഫോൺ നമ്പർ കാണാതെ അറിയുന്ന ഭർത്താക്കന്മാരൊന്ന് കൈവക്കിക്ക്. വേറെ വല്ലതും ചോദിക്കു സിറാജ്. ഭർത്താവിന്റെ നമ്പർ കാണാതെ അറിയുന്ന ഭാര്യമാരൊന്ന് കൈവക്കിക്ക്. അള്ളാഹു ഓർമ്മശക്തി നൽകുമാറാകട്ടെ. നിറമിൽ കറുത്ത ചെരുപ്പു നീ ധരിക്കല്ലേ, അതിനാൽ നിസിയാൻ വന്നിടും കളിയല്ലേ. എന്ത് മനസ്സിലായി? എന്തിനു മനസ്സിലായ? എന്താ മനസ്സിലായേ? നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ. നിറമിൽ കറുത്ത ചെരുപ്പ് ധരിക്കരുത്. ധരിച്ച നിസിയാൻ മറവി ഉണ്ടാകും. അള്ളാഹു ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ മേടിച്ചത് കളയണ്ട, ഇനി മുതൽ സൂക്ഷിച്ചാൽ മതി കേട്ടാ. ചെരുപ്പ് കച്ചവടക്കാർ പറയടാ നമുക്കിട്ട് തന്നെന്ന്. അല്ല, അവൻ്റെ കഞ്ഞിയിൽ കല്ലുവാരി ഇട്ടതല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞത്. കറുത്ത ചെരുപ്പെന്നല്ല, നിറമിൽ കറുത്തത്. ചില ചെരുപ്പ് കണ്ടാൽ കരിങ്കടി പോലെ ഇരിക്കും കേട്ടോ. അള്ളാഹു ഓർമ്മ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങളുടെ ഒരു സ്വഭാവം രാത്രിയിൽ ഇറങ്ങി ഇങ്ങനെ നടക്കും. ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ചങ്ങാതി വരുന്നുണ്ട് എതിരെ.
ആ ചങ്ങാതി ഇങ്ങനെ ചിന്തിച്ചു, അല്ല ഉമർ വരുന്നുറപ്പേ. ആ ചങ്ങാതിയുടെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുക. കള്ളുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. 2 കുപ്പി കള്ളുമായിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എതിരെ നടന്നു വരുന്നു. ഈ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. തീർന്നു പടച്ചവനെ. ഉമർ പിടിച്ചാ പിന്നെ പറയണ്ടല്ലോ. ഉമറിന്റെ സ്വഭാവത. ഈ ചങ്ങാതിയുടെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? ഉമർ തങ്ങൾ ഇദ്ദേഹം നല്ല ഒരാളാണെന്നാണ് കരുതിയിരിക്കുന്നത്. നല്ല ഒരു മനുഷ്യനാണെന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള ചങ്ങാതിയാണ് 2 കുപ്പി കള്ളുമായിട്ട് വരുന്നത്. ആ മനുഷ്യൻ ചിന്തിച്ചു, പടച്ചവനെ നീ എന്താ ചെയ്യാ? ആ ചങ്ങാതി മനസ്സിൽ പറയുകയാ, അല്ലാഹുവേ, ഇന്ന് നീ എന്നെ ഉമറിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഇനി കൈകൊണ്ട് തൊടൂല. ഇന്ന് എന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഇനി കള്ള് കൈകൊണ്ട് തൊടില്ല, കുടിക്കില്ല, തൊടുക പോലുമില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഉമർ തങ്ങൾ മുമ്പിലെത്തി. ഇത്രേ പറഞ്ഞുള്ളൂ. ഇന്ന് നീ ഉമറിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഇത് തൊടുക പോലുമില്ല. ഇത്രയും പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒളിക്കാനൊന്നും പറ്റിയില്ല. ഉമർ തങ്ങൾ മുമ്പിലെത്തി. എന്താ നിന്റെ കയ്യിലിരിക്കുന്നത്? ഒറ്റ ചോദ്യം. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താ ഹബീബേ നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? ആ മനുഷ്യൻ ധൈര്യത്തോടെ പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാണെന്ന്. എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ തുറന്നു നോക്കി, അത് സുറുക്കയായി മാറി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ആ മനുഷ്യൻ അല്ലാഹുവിൽ വെച്ചിരുന്ന പ്രതീക്ഷയാ. തൻ്റെ കയ്യിലിരിക്കുന്നത് കള്ളാണെന്നുറപ്പാ. എന്നിട്ടും ആ മനുഷ്യൻ തൗബ ചെയ്തപ്പോൾ അല്ല എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കള്ള് സുറുക്കയായി മാറിയേ. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം. ഇതാ നിലവിളിയും ബഹളവും മണിക്കൂറുള്ള ദുആഒന്നുമില്ല. ഒറ്റ വാക്ക്, ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാഹുവേ ഇനി ഒരു കാലത്ത് ഞാനിത് തൊടുക പോലുമില്ല, എന്നെ ഇന്ന് രക്ഷപ്പെടുത്തണം. ഒറ്റ നിമിഷം കൊണ്ട് കള്ള് സുറുക്കയായി മാറി. ആർക്ക് വേണമെങ്കിലും ഈ ചരിത്രം കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കാണിക്കുന്ന കലാപരിപാടിക്കല്ല. നമ്മുടെ കലാപരിപാടി കാക്ക ചെയ്യുന്ന തൗബയാ. കാക്ക എങ്ങനെ? രാവിലെ വന്ന് മരത്തിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ വേസ്റ്റ് കാണും, ഓടിച്ചെന്ന് കൊത്തി തിന്നും. എന്നിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് അയ്യേ ഞാൻ വേസ്റ്റാ തിന്നെ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തലയിട്ട് 2 അടി അടിക്കും. എന്നിട്ട് പറന്നു പോകും. പിറ്റേ ദിവസം രാവിലെ വരും, വേസ്റ്റ് കണ്ടു, ഓടിപ്പോയി തിന്നും, മുകളിൽ കയറും, തലയിട്ടടിക്കും, പോകും, പിന്നെയും വരും. ഇതാ കാക്കയുടെ പരിപാടി. നമ്മൾ തന്നെയാ. ചെയ്യില്ല അല്ലാ ചെയ്യും, ചെയ്യില്ല അല്ലാ ചെയ്യും, ചെയ്യില്ല അല്ലാ ചെയ്യും. നമ്മുടെ പരിപാടി. നമ്മുടെ പരിപാടി ഇതാ. അങ്ങനല്ല. ചെയ്യില്ലെന്ന് പറഞ്ഞ ഉറച്ച ഒരു തീരുമാനം. അല്ലാഹുവേ ഞാനിനി ചെയ്യില്ല എന്ന് ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് പറയണം സഹോദരാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പോകുകയാണ്. പടച്ചവരെ 12 മണി കഴിയുകയാ. ഈ നട്ടുച്ച സമയത്ത് ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ പോകുകയാണ്. എന്താണ് പ്രതിഫലമെന്നറിയോ? എന്താണ് പ്രതിഫലമെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, കോടാനി കോടാനി വരുന്ന മലക്കുകൾ പടച്ചവനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹു മലക്കുകളോട് പറയുന്നു, മലക്കുകളെ ഇനി 1 മാസക്കാലം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇനി 1 മാസക്കാലം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇനി നിങ്ങളുടെ ജോലി എന്തെന്നറിയോ? നോമ്പുകാര് ദുആ ചെയ്താ ആമീൻ ആമീൻ, നിങ്ങൾ ആമീൻ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ ആമീൻ പറയുകയാണ്. ഒന്നല്ല, കോടാനി കോടാനി കോടി മലക്കുകളുടെ എണ്ണം അല്ലാഹുവല്ലാതെ അറിയില്ലല്ലോ. മലക്കുകൾ മുഴുവനും നീ പാപം പൊറുക്കാ ദുആ ചെയ്യുമ്പോ മലക്കുകൾ ആമീൻ പറയുകയാണ്. ഇതിനേക്കാളും എന്താണ് വേണ്ടത്? അതുകൊണ്ട് തൗബ ചെയ്യുന്നവരെ പ്രതിഫലം കേൾക്കണോ? പാപം കഴുകിക്കളയണോ? പാപം കഴുകിക്കളയുമോ? അല്ലാഹു പറയുകയാ,
അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, അവര് സാധാരണ മലക്കുകളല്ല, അവര് മലക്കുകളിൽ വിവിഐപികളാണ്. ആ മലക്കുകൾ നമ്മൾ ദുആ ചെയ്യുമ്പോ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. ഈ ദുആ ചെയ്ത് തൗബ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയുന്നു, അല്ലാ ഈ മനുഷ്യന്റെ പാപം പൊറുക്കണേ അല്ലാ, ഇവരോട് കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, ആ നോമ്പുകാരനായ മനുഷ്യന് അദ്ദേഹത്തിന്റെ പാപം നീ പൊറുക്കണം തമ്പുരാന്, ആ മനുഷ്യന് നീ പുറത്തു കൊടുക്കണം തമ്പുരാന്, ആ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണം തമ്പുരാന്. ദുആ ചെയ്യുന്നത് അള്ളാഹുവിന്റെ മലക്കുകളാണ്. അള്ളാന്റെ മലക്ക് പറയുന്നു, പാപം പൊറുക്കണേ അല്ലാ, ദുആ സ്വീകരിക്കണേ അല്ലാ, ആ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, വമന സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അല്ലാഹുവിനോട് പറയുന്നു, നാഥാ ആ തൗബ ചെയ്യുന്ന പെണ്ണിന് മാത്രം സ്വർഗം കൊടുത്താ പോരാ, ആ തൗബ ചെയ്യുന്ന മനുഷ്യന് മാത്രം സ്വർഗം കൊടുത്താ പോരാ. വമന സ്വലഹ മിൻ ആബായിഹിം, അവന് ജന്മം കൊടുത്ത ഒരു പിതാവുണ്ട് റബ്ബേ, അവന് വേണ്ടി ജീവിച്ച ഒരു പിതാവുണ്ട് നാഥാ, ആ പെണ്ണിനെ നൊന്തു പ്രസവിച്ച ഒരു ഉമ്മയുണ്ട് റബ്ബേ. വമന സലഹ മിൻ ആബായിഹിം, അവന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കണം, അവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണം. ദുആ ചെയ്യുന്നത് മലക്കുകളാണ്, ദുആ ചെയ്യുന്നത് മലക്കുകളാണ്. പള്ളി കെട്ടിക്കൊടുത്തവന്റെ മാതാപിതാക്കൾക്കല്ല, ജീവിതത്തിൽ ചെയ്തു പോയ പാപം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ തൗബ ചെയ്യുന്ന ഒരു മനുഷ്യര്, അവന് സ്വർഗം കൊടുക്കണം, അവന്റെ വാപ്പയ്ക്കും സ്വർഗം കൊടുക്കണം, അവന്റെ ഉമ്മയ്ക്കും സ്വർഗം കൊടുക്കണം. വമന സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം, അവന്റെ ദുഃഖത്തിലും അവന്റെ സന്തോഷത്തിലും അവന്റെ കൂടെ കിടക്കുന്ന ഒരു ഭാര്യയുണ്ട് റബ്ബേ, അവൾക്കൊരു ജീവിതം കൊടുത്ത ഒരു ഭർത്താവുണ്ട് റബ്ബേ, അവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കള്, പടച്ചവനെ, ഭർത്താവ്, ഭാര്യ, എന്നിട്ട് മലക്കുകൾ പറയുകയാ, പടച്ചവനെ അവരെ മാത്രം സ്വർഗത്തിൽ കടത്തിയാ പോരാ, അവരുടെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, വമന സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അല്ലാഹുവേ, അവരുടെ മക്കൾക്കും സ്വർഗം കൊടുക്കണേ അല്ലാ. ഇന്നിവിടെ ഇരുന്ന് കൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാ, ഇവരെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഇനി ഇതിനേക്കാളും എന്ത് പ്രതിഫലമാ നിങ്ങൾക്ക് വേണ്ടത്? ഇനി ഇതിനേക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? അതുകൊണ്ട് കരഞ്ഞോ, കണ്ണീരിന്റെ വിലയറിയടോ, കണ്ണീരിന്റെ വിലയറിയടോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നന്മയും തിന്മയും തൂക്കുകയാണ്, അവസാനം ഒരാളെ നരകത്തിലേക്ക്, നരകത്തിന്റെ അവകാശിയായി അവിടെ നിന്ന് എഴുതി തള്ളുകയാ. ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു കൽപ്പിക്കുമ്പോ ഒരു ശബ്ദം കേൾക്കുന്നു, അല്ലാ എനിക്കൊരവസരം താ അല്ലാ, എനിക്ക് സംസാരിക്കണം പടച്ചവനെ, എനിക്ക് സംസാരിക്കണം പടച്ചവനെ. നരകത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന മനുഷ്യന് വേണ്ടി ഒരു ശബ്ദം കേൾക്കുകയാ. ആരാ പറയുന്നതെന്നറിയോ? ആരാ സംസാരിക്കുന്നതെന്നറിയോ? അവന്റെ കണ്ണിന്റെ മുകളിൽ കാണുന്ന പീലിയുണ്ടല്ലോ, ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന രോമമുണ്ടല്ലോ, ആ രോമത്തിലെ ഒരു രോമമാണ് പറയുന്നത്, നാഥാ എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം പടച്ചവന്. അല്ലാഹു അനുവാദം കൊടുക്കുകയാണ്. ആ സമയത്ത് ആ രോമം പറയുന്നു, റബ്ബേ ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ഒരാളുടെ നന്മ തിന്മ തൂക്കിയിട്ട് ഇവൻ നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ് നരകത്തിന്റെ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് വിടുമ്പോ
അവൻ്റെ കണ്ണിലെ ഈ പീലികളിൽ ഒരു രോമം പറയുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ട് റബ്ബേ, അനുവാദം വേണം. അള്ളാഹു അനുവാദം കൊടുത്തു. എന്ത്? ഇവനെ നരകത്തിലിടാൻ പറ്റൂല, ഇവനെ നരകത്തിലിടാൻ പറ്റൂല. എന്തുകൊണ്ട്? പടച്ചവനെ, ഒരിക്കൽ നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഇവൻ നരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ്റെ കണ്ണൊന്ന് നനഞ്ഞു റഹ്മാനെ. കരഞ്ഞില്ല. ഈ കൺപീലിയിലെ ഒരു രോമം നനയുന്നത് പോലെ കണ്ണൊന്ന് നനഞ്ഞു. ഒരു രോമമേ നനഞ്ഞുള്ളൂ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ്റെ കണ്ണ് നനഞ്ഞിട്ട് ഒരു രോമമേ നനഞ്ഞുള്ളൂ. ആ രോമമാ പറയുന്നത്, ഇവനെ നരകത്തിലിടരുത്, ഇവൻ നിന്നെ ഭയന്ന് കരഞ്ഞവനാ. ആ ഒരു രോമം ആ മനുഷ്യന് സ്വർഗം വാങ്ങിച്ചു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതാടോ പ്രതിഫലം. ഒരു രോമം നനഞ്ഞ രീതിയിൽ കരഞ്ഞവന് പോലും സ്വർഗമുണ്ടെങ്കിൽ, അല്ലാഹുവേ, പൊട്ടിക്കരയുന്നവൻ എന്ത് പ്രതിഫലമാ, പൊട്ടിക്കരയുന്നവർക്ക് എന്ത് പ്രതിഫലമാ. ചെയ്തു പോയ പാവങ്ങൾ കരഞ്ഞു തീർക്കടോ അല്ലാഹുടെ മുമ്പിൽ. ഒരു പടച്ചവനെ ദുആ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭാരം ഇറക്കി വെച്ച ഫീലിംഗ്, ദുആ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫീലിംഗ്, എന്ത് വലിയ ഒരു ഭാരം ഞാൻ ഇറക്കി വെച്ചു, അൽഹംദുലില്ലാഹ്, സമാധാനത്തോടെ. ഇപ്പം മരിച്ചാലും കുഴപ്പമില്ല, തൗബ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം മരിച്ചാലും പേടിയില്ല, അല്ല എനിക്ക് പുറത്തു തന്നല്ലോ. ഈ ഒരു വിശ്വാസം വേണം, ഒരു ധൈര്യം. ഇങ്ങനെ വേണം ദുആ ചെയ്യാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പൊറുക്കന്റെ പാപമ സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ, നഫ്സെന്നെ മുന്തി തെള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളാഹിനോട് പറയണം, പടച്ചോനെ, അള്ളാഹുവെ പെട്ടുപോയതാ അല്ലാ, ദുനിയാവെന്നെ ചതിച്ചു, ഇബിലീസ് എന്നെ ചതിച്ചു, എൻ്റെ നെഫ്സ് എന്നെ ചതിച്ചു റബ്ബേ. അല്ലാതെ ഞാൻ എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ചെയ്തത് അഹങ്കാരം കൊണ്ടല്ല അല്ലാ. നീ കണ്ടാ എനിക്ക് എന്നാ അല്ലാ, അല്ലേ? നമ്മൾ തെറ്റിയെന്ന് അല്ല കാണൂലേ? വീടിനകത്തിരുന്ന്, നിന്റെ റൂമിനകത്തിരുന്നിട്ട് നീ മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാ. ആവശ്യമില്ലാത്തത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോ വരുന്നു, നീ ഫോൺ ഓഫാക്കി മാറ്റൂലേ? അപ്പൊ ആ വന്നവനെ നിനക്ക് പേടിയുണ്ട്. നിന്നെ പടച്ച അല്ലാഹ് നിനക്ക് പേടിയില്ലാതെ പോയില്ലേ? ആ മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും നീ അല്ലാഹ്ക്ക് കൊടുത്തില്ലല്ലോ. അതാ സങ്കടം. ഏറ്റവും വലിയ പാപം അതാടോ. നിന്റെ വീട്ടിലേക്ക്, നിന്റെ റൂമിലേക്ക് കയറി വരുന്ന ഒരാളെ ഭയന്നുകൊണ്ട് നീ കണ്ടുകൊണ്ടിരുന്നത് മാറ്റിവെച്ചു. അവന് കൊടുത്ത വില പോലും അല്ലാഹ്ക്ക് നീ കൊടുത്തില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്, അല്ലാ, ധിക്കാരം കൊണ്ട് ചെയ്തതല്ല അല്ലാ, പെട്ടുപോയതാ റബ്ബേ, നീ എനിക്ക് പുറത്തുതാ. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യ്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയലും സിനിമയൊക്കെ ഒഴിവാക്ക്. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ട മാസമാണ് റമളാൻ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹത്തിൻ്റെ 1-ാമത്തെ രാത്രിയും ഖബറിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ മണവാട്ടി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിൻ്റെ ചാരത്ത് നിന്നിട്ട് അലിയാര് തങ്ങള് രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ, ഇന്ന് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിൻ്റെ ദിവസം, അല്ലാഹു ആ മഹദിയുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരളായ നബിതങ്ങളുടെ ഹൃദയമായ നബിതങ്ങൾ വല്ലാതെ സ്നേഹിച്ച ഖദീജ ബീവി, ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ആണ്ടല്ലേ പെങ്ങളെ? എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? മരിക്കുന്നതിൻ്റെ തലേ ദിവസം 63-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് പൊരുത്തപ്പെടണം, ഞാൻ പോവാ നബിയെ. 25 കൊല്ലം നബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് അവസാനം വഫാത്തിൻ്റെ വേളയിൽ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീവി പറയുകയാ, എനിക്ക് പൊരുത്തം തരണം, അങ്ങയുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞു, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. അതാ ഭർത്താവ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് പറയുന്നു, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലുണ്ട് ഖദീജ ബീവിക്ക്.
നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ഖദീജയോട് നബിതങ്ങൾ പറയുന്നു, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പരാതിയില്ല, എനിക്കൊരു പരാതിയില്ല. ഖദീജ ബീവിക്ക് അള്ളാഹു സ്വർഗത്തിലൊരു വീട് കൊടുക്കും, ഒരു കൊട്ടാരം. എന്തിനെന്നറിയോ? 25 കൊല്ലം നബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. 25 കൊല്ലം നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ബീവി നബിതങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ പോലും 25 വർഷത്തിൻ്റെ ഇടയിൽ ശബ്ദമുയർത്തിയിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. അതാണ് ഭാര്യ, അതാണ് ഭാര്യ. ആ ഖദീജ ബീവിക്ക് അല്ലാഹു അതിനു പകരം സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ലാഹ് പ്രതിഫലം കൊടുത്തെങ്കിൽ ചിന്തിക്ക്. പിന്നെ പെണ്ണുങ്ങൾ പറയും, ഉസ്താദേ ചവിട്ടിയ കടിക്കാത്ത പാമ്പുണ്ടോ? ഇല്ലേ? ചിലത് പറഞ്ഞു പോകും. ഭർത്താവിൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ, ഭർത്താവിൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായി പോയാൽ പറഞ്ഞു പോത്തില്ലേ? പറയൂലേ? നിങ്ങളെന്താ എങ്ങനെ ഇരിക്കണേ പറഞ്ഞു പോവില്ലേ? അതന്നെ. എത്ര കാലമെന്ന് വെച്ചാൽ ഇല്ലേ? അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ, അള്ളാഹു പുറത്തുരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് ആ ഖദീജ ബീവിയുടെ ആണ്ടാണ് ഇന്നത്തെ ദിവസം. അള്ളാഹു മഹദിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് വേണം നമുക്ക് ദുആ ചെയ്യാൻ. ഫാത്തിഹ ഓതണ്ടേ? ആ ഖദീജ ബീവിയുടെ പൊന്നുമോളാണ് ആര്? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഉമ്മ വാപ്പാടെ കൈ പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചു, യാത്ര പറഞ്ഞു, ലോകത്തോട് യാത്രയായി. ആ ഉമ്മാടെ മോള്, ആ ഉപ്പാടെയും ഉമ്മാടെയും മകള് മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഭർത്താവായ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവാ, എനിക്ക് പൊരുത്തം തരണം, എൻ്റെ മക്കളെ തല്ലരുത് കേട്ടോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഭർത്താവായ അലിയാര് തങ്ങളെ വിളിച്ചിരുത്തിയിട്ട് പറയാ, ഞാൻ പോവാ, എൻ്റെ മക്കളെ തല്ലരുത് കേട്ടോ, എൻ്റെ മക്കളെ നല്ലതുപോലെ നോക്കണം, എൻ്റെ ഹസനിനെയും ഹുസൈനിനെയും പൊന്നുപോലെ നോക്കണം. ഫാത്തിമ ബീബി യാത്ര പറയുകയാ. എത്ര വയസ്സുണ്ടായിരുന്നെന്നറിയോ നിങ്ങൾക്ക്? ഫാത്തിമ ബീബിയുടെ പ്രായം എത്രയുണ്ടായിരുന്നറിയോ? നമ്മുടെ മക്കളുടെ പ്രായം 25 27 വയസ്സിൻ്റെ താഴെയായിരുന്നു ഫാത്തിമ ബീവിയുടെ പ്രായം. മരിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ച് യാത്ര പറഞ്ഞിട്ട് പറയുന്നു, എൻ്റെ മക്കളെ നോക്കിക്കൊള്ളണം. തൻ്റെ പൊന്നാര മക്കളെ പിടിച്ച് ചുംബിച്ച് ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ടാ ഫാത്തിമ ബീവി വഫാത്തായത്. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയുടെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ട് വീട്ടിൽ വന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഭാര്യ മരിച്ചെന്ന് പറ്റണില്ല, താങ്ങാൻ പറ്റണില്ല. രാത്രി എഴുന്നേറ്റ് ജന്നത്തിൽ ബക്കിയിൽ പോയി തൻ്റെ ഭാര്യയുടെ കബറിൻ്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് സലാം പറഞ്ഞു. സലാം അടക്കണില്ല. സലാം പറഞ്ഞിട്ട് സലാം അടക്കുന്നില്ല. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്നോട് പിണങ്ങിയോ? ഫാത്തിമ നീ ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നുപോയോ? മടക്കു ഫാത്തിമ, എൻ്റെ സലാം നീ മടക്ക്. എന്തേ നീ മടക്കാത്തത്? അലിയാര് തങ്ങൾ കബറിൻ്റെ ചാരത്തിരുന്നിട്ട് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ കബറിൻ്റെ ചാരത്തിരുന്നിട്ട് അലിയാര് തങ്ങൾ കബറിനോട് പറയാ, കബറേ, ഈ കിടക്കുന്നത് ആരെന്നറിയോ? എൻ്റെ ഫാത്തിമ കല്യാണത്തിൻ്റെ 1ാമത്തെ രാത്രിയിൽ മണിയറയ്ക്കകത്ത് വന്ന് കടന്നപ്പോൾ എന്നോട് പുതിയാപ്പളയായ എന്നോട് ചിരിച്ച എന്നോട് ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയവളാ എൻ്റെ ഫാത്തിമ. കല്യാണത്തിൻ്റെ 1ാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കയറി വന്നപ്പോൾ, അലിയേ, ഇവിടെ അല്ല മണിയറ, പള്ളിപ്പറമ്പിലാണ് മണിയറ ഒരുക്കേണ്ടത് എന്ന് എന്നോട് പറഞ്ഞു തന്നവളാ എൻ്റെ ഫാത്തിമ എന്ന് ഖബറിനോട് പോലും പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, ഇവരുടെ ചരിത്രമാ മോളെ നീ വായിക്കേണ്ടത്. ഇവരെയാണ് നീ കണ്ടുപിടിക്കേണ്ടത്. അവരുടെ ചരിത്രം വായിച്ച ഫാത്തിമ ബീവിയുടെ ചരിത്രം, ഖദീജ ബീവിയുടെ ചരിത്രം, ആയിഷ ബീവിയുടെ ചരിത്രം, മൈമൂനത്തുൽ മിസ്രിയയുടെ ചരിത്രം, ദുന്നൂറിൽ മിസ്രിയുടെ ചരിത്രം, നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം, റാബിയത്തുൽ അദവിയയുടെ ചരിത്രം, ഈ മഹദിമാരുടെ ചരിത്രം വായിച്ച നീ അറിയാതെ കരഞ്ഞു പോകും.
അറിയാതെ കരഞ്ഞു പോകും. അവരുടെ ചരിത്രങ്ങൾ പഠിക്കുക. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവനെ, ഖദീജ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഇന്നത്തെ മജ്ലിസിന്റെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. നമുക്ക് അള്ളാഹുവിനോട് നിറകണ്ണുകളോടെ തൗബ ചെയ്ത് പിരിയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഒരു നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്.